ഹരിയും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശ്രീ ഗുരുവായൂപുരേശ സുപ്രഭാതത്തെക്കുറിച്ചാണ്. സുപ്രഭാതം എന്ന് പറഞ്ഞാൽ നല്ല പ്രഭാതം. അതായത് ഭക്തര് ഭഗവാന് നല്ല ഒരു പ്രഭാതം നേർന്നുകൊണ്ട് അദ്ദേഹത്തെ ഉണർത്തുകയാണ് സുപ്രഭാതത്തിലൂടെ ചെയ്യുന്നത്. ഒരുപാട് സുപ്രഭാതങ്ങൾ നിലവിലുണ്ട്. ഓരോ ദേവതകൾക്കും പല പല സുപ്രഭാതങ്ങളുണ്ട്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു സുപ്രഭാതമാണ്. അദ്ദേഹത്തിന് പല സുപ്രഭാതങ്ങളുണ്ട്. അതിലൊന്നിനെയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ സുപ്രഭാതം രചിച്ചിട്ടുള്ളത് ആരാണെന്ന് അറിയില്ല. സാധാരണ ഇത്തരം സ്തോത്രകൃതികളുടെ അവസാനത്തിൽ ഗ്രന്ഥകർത്താവിൻ്റെ പേര് രേഖപ്പെടുത്താറുണ്ട്. എന്നാൽ ഇവിടെ ഇത് എഴുതിയത് ആരാണെന്ന് സൂചിപ്പിക്കുന്നില്ല. ഭഗവാനിൽ നല്ല ഭക്തിയുള്ള ഒരാളാണ് ഇത് രചിച്ചതെന്ന് അനുമാനിക്കാം ഇതിലെ വരികൾ വായിക്കുമ്പോൾ. അപ്പോൾ ഭഗവാൻ തന്നെ തന്നിലൂടെ ഭഗവാനെ സ്തുതിക്കുന്നു എന്ന ഭാവത്തിൽ ഇത് ഭഗവാന് സമർപ്പിച്ചതായിരിക്കാം അദ്ദേഹം. അതുകൊണ്ടായിരിക്കാം പേര് രേഖപ്പെടുത്താത്തത്. ആര് തന്നെയാണെങ്കിലും ആ ഭക്തോത്തമന് ഒരു നമസ്കാരം. ഇവിടെ സുപ്രഭാതം ഭഗവാനെ ഉണർത്താൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മനസ്സിലേക്ക് വരുന്ന ഒരു സംശയമുണ്ട്. ഭഗവാൻ ഉറങ്ങുകയാണോ? കാരണം ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ കാണുന്നതാണ്, പൂജയെല്ലാം അവസാനിച്ചാൽ നടയടച്ച് ഭഗവാനെ ഉറക്കും. പിന്നെ പിറ്റേത്തെ ദിവസം നട തുറക്കുമ്പോഴാണ് ഭഗവാൻ ഉണരുന്നത്. അപ്പോൾ ഭഗവാൻ ഉറങ്ങുകയാണോ, നമ്മളെയെല്ലാം പോലെ ഉറങ്ങുകയാണോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. ഇതിനെ മറുപടി കണ്ടെത്താൻ നമ്മൾ ചെല്ലേണ്ടത് പുരാണങ്ങളിലാണ്. പുരാണങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു കഥാസന്ദർഭമുണ്ട്. ദേവന്മാര് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ പെട്ടുപോകുമ്പോൾ, അത് പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ ബ്രഹ്മദേവന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കും. ബ്രഹ്മദേവൻ അവരെയും കൂട്ടി വൈകുണ്ഠത്തിലേക്ക് പോകും. അവിടെ ചെന്ന് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കും. അങ്ങനെ സ്തുതിക്കുമ്പോൾ ഭഗവാൻ ഉണരും. ആ ഉണർന്ന ഭഗവാൻ അവരെയെല്ലാം ദർശിച്ച് അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നു. ഇതാണ് പൊതുവെ പുരാണങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കഥാഭാഗം. ഇത് ആവർത്തിച്ച് പല പുരാണങ്ങളിലും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ബ്രഹ്മാവ് അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഭഗവാൻ അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് പുരാണത്തിനോട് ചോദിച്ചാൽ പുരാണം പറയുന്നു, യോഗനിദ്രയിലായിരുന്നു ഭഗവാൻ എന്ന്. വെറും നിദ്രയല്ല, യോഗനിദ്ര. നിദ്ര എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അനുഭവമുള്ള ഒരവസ്ഥയാണ്. പ്രപഞ്ചത്തെ മുഴുവൻ മറന്ന് അവനവനെയും മറന്ന് ഒന്നുമില്ലായ്മയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിദ്ര, നമ്മുടെ എല്ലാം നിദ്ര. എന്നാൽ യോഗം എന്ന് പറയുന്ന അവസ്ഥ ആത്മാനുഭൂതിയുടെ തലമാണ്. താൻ തന്നിൽ തന്നെ രമിക്കുന്ന ഭാവമാണ് യോഗം. അപ്പോൾ ഭഗവാൻ ഉള്ളത് യോഗനിദ്രയാണ്. നിദ്രയിൽ നമ്മൾ ലോകത്തെ മുഴുവൻ വിസ്മരിക്കുന്ന പോലെ ഭഗവാനും ലോകത്തെ മുഴുവൻ വിസ്മരിക്കുന്നു. എന്നാൽ നിദ്രയിൽ നമുക്ക് ആത്മബോധമില്ല, എന്നാൽ ഭഗവാന് ആത്മബോധമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ യോഗനിദ്രയിലാണെന്ന് പുരാണങ്ങൾ പറയുന്നു. ആ യോഗനിദ്രയിൽ ഭഗവാന് മായയില്ല. ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് മായ പ്രവർത്തിക്കുന്നത്. അപ്പൊ മായ ഇവിടെ ഇങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കും, അതിൽ വൈവിധ്യങ്ങൾ ഇങ്ങനെ മാറി മറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇതൊന്നും അറിയാതെ ഭഗവാൻ തന്നിൽ തന്നെ രമിക്കുന്നു. ഭഗവാന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മായ പ്രവർത്തിക്കാൻ. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായാൽ മതി, മായ തനിയെ പ്രവർത്തിക്കും. അപ്പൊ മായ അതിന്റെ പ്രവൃത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആ മായയെ തന്നെ യോഗമായ എന്നാണ് വിളിക്കുക. കാരണം ഭഗവാന്റെ യോഗാവസ്ഥയിൽ നിന്നുമാണ് ആ മായ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മായ എങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും ഭഗവാൻ തന്നിൽ തന്നെ രമിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാന് ആ ഭാവത്തിൽ ഈ ലോകത്തെക്കുറിച്ചൊരു ബോധവുമില്ല. ഈ വൈവിധ്യങ്ങൾ ഭഗവാൻ അറിയുന്നില്ല. ഇവിടെയുള്ള സുഖദുഃഖങ്ങൾ ഭഗവാൻ അറിയുന്നില്ല. പരമാനന്ദത്തിലാണ് ഭഗവാൻ. അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ ദേവന്മാര് സ്തുതിച്ചിട്ട് ഈ വൈവിധ്യത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ്. അപ്പൊ ആ സ്തുതി കേട്ട് ഭഗവാൻ തൻ്റെ ബോധത്തെ വിടർത്തി ഈ ലോകത്തിലേക്ക് നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ വൈവിധ്യം അദ്ദേഹം കാണുന്നതും ഇവിടെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നതും അതിന് പരിഹാരം കണ്ടെത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ യോഗനിദ്രയിൽ നിന്നും ഉണർത്തുന്നത്. ലോകത്തിന് ക്ഷേമത്തിനു വേണ്ടി, ലോകമംഗളാർത്ഥമാണ് ഭഗവാനെ ഉണർത്തുന്നത്. ക്ഷേത്രങ്ങളിൽ ദേവതകളും രാത്രി ഉറങ്ങി എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഭാവത്തിലാണ്, യോഗനിദ്രയിലാണ്. അവർ അവരുടെ തന്നെ സ്വരൂപത്തിൽ സ്ഥിതരാണ്. അതിൽ നിന്നും തിരിച്ച് നമ്മുടെ ഈ മായിക ലോകത്തിലേക്ക് നമ്മൾ ഭഗവാനെ വിളിച്ചുണർത്തുകയാണ്, നമ്മുടെ നേർക്ക് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിയാൻ വേണ്ടി. ആ കരുണാമൂർത്തിയുടെ ദൃഷ്ടി പതിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അപ്പം അതിനു വേണ്ടിയാണ് സുപ്രഭാതങ്ങൾ ചൊല്ലുന്നത്. നമുക്ക് ഈ സുപ്രഭാതം ഓരോ ശ്ലോകങ്ങളായി ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ.
അഥ ശ്രീ ഗുരുവായൂപുരേശ സുപ്രഭാതം. ഉത്തിഷ്ഠ കൃഷ്ണ ഗുരുവായൂപുരേശ ശൗരേ, ഉത്തിഷ്ഠ ദേവ വസുദേവ സുപുണ്യമൂർത്തേ, ഉത്തിഷ്ഠ മാധവ ജനാർദ്ദന രാധികേശ, ത്രൈലോക്യമേതദഖിലം കുരു മംഗളാഢ്യം. ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ. ഭഗവാനെ എഴുന്നേൽക്കാൻ പറയുകയാണ്. ബോധത്തിൻ്റെ പരിപൂർണതയിൽ അലിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തെ ഈ വൈവിധ്യത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ്. അതുകൊണ്ടാണ് ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എന്ന് പറയുന്നത്. ഉത്തിഷ്ഠ കൃഷ്ണ, ഭഗവാനെ ആദ്യം വിളിക്കുന്നത് കൃഷ്ണ എന്നാണ്. ഗുരുവായൂർ അമ്പലത്തിലുള്ളത് കൃഷ്ണനാണ്. അദ്ദേഹം എല്ലാവരെയും ആകർഷിക്കുന്നവനാണ്. അദ്ദേഹത്തിൻ്റെ ലീലകളും അദ്ദേഹത്തിൻ്റെ നാമങ്ങളും ഇതെല്ലാം തന്നെ മനസ്സിനെ ഹരിക്കുന്ന അത്രയും സുന്ദരമാണ്. അതുകൊണ്ട് ഭഗവാൻ എല്ലാവരെയും ആകർഷിക്കുന്നവനാണ്, കൃഷ്ണനാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള തിരക്ക് കണ്ടാൽ തന്നെ ഇത് മനസ്സിലാവും. എല്ലാവരെയും ഭഗവാൻ തന്നിലേക്ക് ആകർഷിക്കുന്നു. അതുകൊണ്ട് കൃഷ്ണൻ. കറുത്തവനാണ് ഭഗവാൻ. ഇവിടെ വിഗ്രഹം എടുത്തു നോക്കിയാലും നല്ല അഞ്ജനശിലയിലാണ്. അപ്പം നല്ല കറുത്ത വിഗ്രഹമാണ്. ഭഗവാന്റെ അവതാര സമയത്തുണ്ടായിരുന്ന ദേഹത്തിൻ്റെ നിറവും കറുപ്പാണ്. അതുകൊണ്ട് കൃഷ്ണനാണ്. അവ്യക്തനാണ്, അതുകൊണ്ടും കൃഷ്ണനാണ്. അവ്യക്തൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതമല്ലാതെ ഇരിക്കുന്നവൻ. അപ്പം അതുകൊണ്ട് ഉത്തിഷ്ഠ കൃഷ്ണ, അല്ലയോ കൃഷ്ണ എഴുന്നേൽക്കൂ എന്നാണ് ആദ്യം പറയുന്നത്. ഗുരുവായൂപുരേശ, ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള പുരത്തിൽ ഈശനായിരിക്കുന്നവൻ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ നാഥനായിരിക്കുന്നവൻ. അങ്ങനെയുള്ള ഭഗവാനെ എണീക്കൂ. ഉത്തിഷ്ഠ. ശൗരേ, ശൗരി എന്നുള്ളത് ഭഗവാന്റെ ഒരു നാമമാണ്. ശൂരസേനന്റെ മകനാണ് വസുദേവൻ. ആ വസുദേവന്റെ മകനാണ് കൃഷ്ണൻ. അപ്പൊ അതുകൊണ്ട് ശൂരസേനന്റെ പൗത്രനായിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ ശൗരി, ശൂരന്റെ പൗത്രൻ എന്നർത്ഥത്തിൽ ശൗരി എന്ന് ഭഗവാന് പേരുണ്ട്. അപ്പൊ ശൗരിയെ വിളിക്കുകയാണ്. അതാണ് സംബോധന ആയതുകൊണ്ടാണ് ശൗരേ എന്ന് പറയുന്നത്. ഇനി ശൗര്യമുള്ളവനായതുകൊണ്ടും ശൗര്യയാണ് ഭഗവാൻ. ഭഗവാൻ ആരോടും ഭയമില്ല. ആരെയും എതിർത്ത് നിൽക്കാനുള്ള സാമർഥ്യം ഭഗവാനുണ്ട്. ശൂരനാണ് ഭഗവാൻ, അതുകൊണ്ട് ശൗരിയാണ്. ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണല്ലോ ഉണർത്തുന്നത്. അപ്പോൾ അതിനുള്ള ശൗര്യം ഭഗവാനുണ്ടെന്ന് ഭഗവാനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉത്തിഷ്ഠ ദേവ, അല്ലയോ ദേവ എഴുന്നേറ്റാലും. ദേവശബ്ദത്തിന് ദാതാവ് എന്നർത്ഥമുണ്ട്. അപ്പോൾ ഭക്തര് വന്ന് ആഗ്രഹിച്ച് ചോദിക്കുന്നതെല്ലാം അവർക്ക് കൊടുക്കുന്നവനാണ് അങ്ങ്. അതുകൊണ്ട് എഴുന്നേറ്റാലും. ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവനായതുകൊണ്ടും ദേവനാണ്. അതുകൊണ്ട് എഴുന്നേറ്റാലും. വസുദേവ സുപുണ്യമൂർത്തേ, വസുദേവരുടെ പുണ്യം, അതിലേറ്റവും ശ്രേഷ്ഠമായതാണ് സുപുണ്യം. വെറും പുണ്യം എന്ന് പറയാതെ സുപുണ്യം എന്ന് പറയുന്നത്, വസുദേവർ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിലേറ്റവും ശ്രേഷ്ഠമായ പുണ്യകർമ്മങ്ങളുടെ ഫലം ഒരു രൂപമെടുത്താൽ ആ രൂപം അങ്ങയുടേതാണ്. അതായത് വസുദേവർ ചെയ്തിട്ടുള്ള പുണ്യത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് അങ്ങയുടെ ദർശനമുണ്ടായത്, അങ്ങ് അദ്ദേഹത്തിന് പുത്രനായി ജനിച്ചത്. അതുകൊണ്ട് വസുദേവ സുപുണ്യമൂർത്തേ. ഉത്തിഷ്ഠ മാധവ, മാ എന്നാൽ ലക്ഷ്മി, ലക്ഷ്മിയുടെ പതിയാണ് മാധവൻ. അപ്പോൾ അല്ലയോ മാധവ എഴുന്നേറ്റാലും. ഇവിടെ വിളിക്കുന്ന ഓരോ പേരിലും ഭഗവാന്റെ ഗുണം ഭഗവാനെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം സ്വരൂപത്തിൽ ലയിച്ചിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ പ്രപഞ്ചത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ പ്രപഞ്ചത്തിൽ അദ്ദേഹം ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങ് എല്ലാവരെയും ആകർഷിക്കുന്നവനാണ്, അങ്ങ് ശൂരനാണ്, അങ്ങ് ദാനം കൊടുക്കുന്നവനാണ്, വസുദേവന്റെ പുണ്യമായി അവതരിച്ചവനാണ്, അങ്ങ് ലക്ഷ്മിയുടെ പതിയാണ്. അപ്പം ഐശ്വര്യമൊക്കെ ലോകത്തിന് വാരി വിതരുന്നവനാണ് അങ്ങ് എന്നെല്ലാം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ജനാർദ്ദന, അർദ്ദന ശബ്ദത്തിന് ഗതി എന്നാണ് അർത്ഥം. അപ്പോൾ ജനങ്ങൾക്ക് ഗതിയെ പ്രദാനം ചെയ്യുന്നവൻ, ജനങ്ങളുടെ ഗതിയായിരിക്കുന്നവൻ. നമ്മളെല്ലാം ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്നത് ഭഗവാന്റെ ആശ്രയം കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാനാണ് നമുക്ക് ഗതി. അവസാനം ചെന്നെത്തുന്നതും ഭഗവാനിലാണ്. അതുകൊണ്ട് ഭഗവാൻ നമുക്ക് ഗതി. ജനാർദ്ദനനാണ്. ഇനി നമ്മൾ പാപഫലങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായി നമുക്ക് ദുഃഖമുണ്ടാവും. ആ ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നതും ഭഗവാനാണ്. അതുകൊണ്ട് ജനാർദ്ദനനാണ്. അതായത് ജനങ്ങളെ ദുഃഖിപ്പിക്കുന്നവനാണ്. ദോഷങ്ങൾക്ക് ഫലമായിട്ടാണ് ദുഃഖം. അപ്പോൾ ദുഷ്ടന്മാരെ ദുഃഖിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ജനാർദ്ദനൻ. എന്നാൽ പ്രധാനപ്പെട്ട അർത്ഥം ജനങ്ങൾക്ക് ഗതിയായിരിക്കുന്നവൻ. ജനശബ്ദം ജനിച്ചവരെയാണ് സൂചിപ്പിക്കുന്നത്. ജനിച്ചവർക്ക് മുഴുവൻ ഗതി ഭഗവാനാണ്. ജനിച്ചവർക്ക് ഗതി കിട്ടുന്നത് മുക്തിയിലാണ്. അപ്പോൾ മുക്തിസ്വരൂപനായിരിക്കുന്നവൻ ജനാർദ്ദനൻ. രാധികേശൻ, രാധികയുടെ ഈശനായിരിക്കുന്നവൻ. ഗോപികമാരിൽ ഏറ്റവും ശ്രേഷ്ഠയായവളാണ് രാധിക, രാധ എന്ന് പറയപ്പെടുന്നു. ഭാഗവതത്തിൽ ആ പേര് കാണുന്നില്ല, മറ്റു പുരാണങ്ങളിൽ ആ പരാമർശമുണ്ട്.
അപ്പൊ ഗോപികമാര് പലരുണ്ട്, അവരെല്ലാം തുല്യരാണ് ഭാഗവതത്തിൽ. ആ ഗോപികമാരുടെ ഹൃദയത്തിലുള്ള ഭക്തിക്ക് ഒരു രൂപം കൽപ്പിച്ചു കൊടുത്തതാണ് മറ്റു പുരാണങ്ങൾ രാധാദേവിയുടെ ഭാവം. ഗോപികമാരുടെ ഭക്തി തന്നെയാണ്, ആരാധന തന്നെ രൂപമെടുത്തു വന്നതാണ് രാധ. അപ്പൊ ആ രാധ ആരെയാണ്, ഗോപികമാരുടെ ഭക്തി ആരെയാണ് സദാ ഭജിക്കുന്നത്? ഭഗവാനെയാണ്. അതുകൊണ്ട് രാധികേശനാണ്. ഇനി രാധിക എന്ന ഗോപിയുടെ ഈശനായിരിക്കുന്നവൻ, രാധിക സദാ ഭജിക്കുന്നത് അങ്ങയായതുകൊണ്ട് രാധികേശനാണ് ഭഗവാൻ. ത്രൈലോക്യമേതദഖിലം കുരു മംഗളാഢ്യം. ഏതത് അഖിലം ത്രൈലോക്യം, ഈ 3 ലോകങ്ങളെയും ഇതിലുള്ള ആൾക്കാരെയും അങ്ങ് കുരു ചെയ്താലും. എന്താണ് ചെയ്യേണ്ടത്? മംഗളാഢ്യം. ആഢ്യം എന്നാൽ ശ്രേഷ്ഠം. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ മംഗലം ഈ ലോകത്തിനുണ്ടാവട്ടെ. അതായത് മംഗലങ്ങൾ സംഭവിച്ചുകൊണ്ട് അവർ ആഢ്യത്വം നേടത്തെ, ശ്രേഷ്ഠരായി ഭവിക്കട്ടെ ഈ 3 ലോകത്തിൽ ഉള്ളവരും. കാരണം 3 ലോകം എന്ന ശബ്ദത്തിന് തന്നെ കാണപ്പെടുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങ് നോക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇത് ലോകമാകുന്നത്. അപ്പോൾ താഴെയുള്ള ലോകങ്ങളും മുകളിലുള്ള ലോകങ്ങളും നമ്മൾ ഇപ്പോൾ ഇവിടെയുള്ള ഭൂലോകവും, ഇത് 3ഉം അങ്ങൊന്ന് ദർശിക്കൂ. അങ്ങ് ദർശിച്ചാൽ ഇതിന് മംഗളം സംഭവിക്കും. അങ്ങനെ ഇത് ശ്രേഷ്ഠമായി ഭവിക്കും. ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം ശ്രേഷ്ഠത ലഭിക്കും. അതുകൊണ്ട് കുരുമംഗലാഢ്യം എന്നിവിടെ പറയുന്നു. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഉത്തിഷ്ഠ കൃഷ്ണ ഗുരുവായുപുരേശ ശൗരേ, ഉത്തിഷ്ഠ ദേവ വസുദേവ സുപുണ്യമൂർത്തേ, ഉത്തിഷ്ഠ മാധവ ജനാർദ്ദന രാധികേശ, ത്രൈലോക്യമേതദഖിലം കുരുമംഗലാഢ്യം. അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. ശ്രീജാമദഗ്ഞ ഭുവി സർവജഗദ്ധിതാർത്ഥേ, ജീവേന മാരുതയുതേന കൃതപ്രതിഷ്ഠം, ഗുർവാദി വായുപുരനാഥമനാഥനാഥം, വാചാ നമാമി മനസാം വചസാമഗമ്യം. ശ്രീജാമദഗ്ഞ ഭുവി. ജാമദഗ്നി എന്ന് പറഞ്ഞാൽ പരശുരാമൻ. പരശുരാമനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ഭൂമിയിൽ, ഏതാണ് ആ ഭൂമി? കേരളമാണ്. ഈ കേരളത്തിലാണ് അങ്ങ് വസിക്കുന്നത്. അപ്പോൾ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ഭൂമിയിൽ സർവജഗത് ഹിതാർത്ഥേ, എല്ലാ ജഗത്തിൻ്റെയും ഹിതത്തിനായിക്കൊണ്ട്, കേരളത്തിലുള്ളവരുടെ ഹിതത്തിന് മാത്രമല്ല സർവപ്രപഞ്ചത്തിനും, ഈ ലോകത്തിൽ മുഴുവനുള്ള ആൾക്കാരുടെയും ഹിതത്തിനായിക്കൊണ്ട്, ജീവേന മാരുതയുതേന കൃതപ്രതിഷ്ഠം. ജീവൻ എന്നിവിടെ പറഞ്ഞാൽ അത് വ്യാഴമാണ്. വ്യാഴന് ജീവ എന്നൊരു നാമമുണ്ട്. വ്യാഴം എന്നാൽ ബൃഹസ്പതി, അതായത് ദേവഗുരു. ദേവഗുരുവിനാൽ ആരോടൊപ്പമാണ് ദേവഗുരു പ്രതിഷ്ഠിച്ചത്? മാരുതയുതേന, വായു ഭഗവാനോടുകൂടി. ഗുരു വായു ഭഗവാനോടുകൂടി കൃതപ്രതിഷ്ഠം, പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് അങ്ങയുടെ ദിവ്യ വിഗ്രഹം. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയെ ഗുരുവും വായുവും കൂടി ഇവിടെ ഈ കേരള ഭൂമിയിൽ, പരശുരാമൻ ഉണ്ടാക്കിയിട്ടുള്ള കേരള ഭൂമിയിൽ സർവജഗത്തിനും ഹിതത്തിനു വേണ്ടിയിട്ടാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഭഗവാനെ ഉണർത്തുകയാണ്, അതോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങയുടെ ദൗത്യമാണ് എല്ലാ ലോകത്തിൻ്റെയും ഹിതം. അതുകൊണ്ട് ഉണർന്നാലും ലോകത്തിന് ഹിതം ചെയ്താലും എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. ആ വിളിയിൽ അതുണ്ട്. ഗുരുവാദി വായുപുരനാഥം. ഗുരു ആദിവായുപുരനാഥം. ഗുരു ബൃഹസ്പതി, ആദിവായു എന്നാൽ വായു ഭഗവാൻ. അതായത് നമ്മുടെ എല്ലാം ദേഹത്തിൽ വായുവുണ്ട്. അതിനെല്ലാം ആദ്യമായിരിക്കുന്ന വായു, അതിൻ്റെ എല്ലാം ഉറവിടമായിരിക്കുന്നത് വായു ഭഗവാൻ. ആ ആദിവായു ഗുരുവും കൂടിയിട്ടുള്ള പുരത്തിൻ്റെ നാഥനായിരിക്കുന്നവൻ. ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ നാഥനായിരിക്കുന്നവൻ എന്ന് സാമാന്യാർത്ഥം. ഇനി ഗുരുവായ വായു എന്ന പദത്തിന് ഏറ്റവും വലിയ വായു, ഏറ്റവും വലിയ വായു പ്രാണനാണ്. ആ വായു ഇരിക്കുന്ന പുരം നമ്മുടെ ദേഹമാണ്. അപ്പോൾ ആ ദേഹത്തിൽ ഈശനായിരിക്കുന്നവൻ, നാഥനായിരിക്കുന്നവൻ ഗുരുവാദി വായുപുരനാഥം എന്ന് ഒരർത്ഥവുമില്ല. അപ്പം നമ്മുടെ ദേഹത്തിൻ്റെ നാഥനായിരിക്കുന്ന ചൈതന്യ സ്വരൂപനായിരിക്കുന്നവൻ അനാഥനാഥം. നാഥനില്ലാത്തവരാണ് അനാഥൻ, അവർക്ക് നാഥനായിരിക്കുന്നവനാണ് അങ്ങ്. ഈ മായയിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ആൾക്കാർ ആദ്യമൊക്കെ സ്വന്തം ബലത്തിലും തനിക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ബലത്തിലും രക്ഷപ്പെടാൻ ശ്രമിക്കും. സ്വന്തം ബലത്തിൽ സാധനകളൊക്കെ ചെയ്തു നോക്കും. പിന്നെ തനിക്കുള്ള വസ്തുക്കൾ, അതായത് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെ ബലത്തിൽ രക്ഷപ്പെടാൻ നോക്കും. അതായത് ഇവിടെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ ഇല്ലാതെയാക്കി സുഖത്തെ വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രക്ഷപ്പെടലൊക്കെ ആ തലത്തിലാണ്. അപ്പൊ സുഖം കൂടുതൽ ഉണ്ടാവാനായി നമ്മൾ നമ്മുടേതായ രീതിയിൽ മുഴുവൻ പരിശ്രമിക്കുമ്പോൾ അവസാനം നമ്മൾ അറിയുന്ന ഒരു കാര്യമുണ്ട്, ഇത് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, നമുക്കൊരു ആശ്രയം വേണം. ആ സമയത്താണ് നമ്മൾ അനാഥരാണെന്നുള്ള ഭാവം നമുക്കുണ്ടാവുന്നത്. അങ്ങനെയുള്ള ഭാവത്തിൽ നമ്മൾ ആശ്രയമായി തേടി ചെല്ലുന്നത് ഭഗവാന്റെ അടുത്താണ്. അതുകൊണ്ട് നാഥനില്ലാത്തവർക്ക് ഭഗവാൻ നാഥനായി ഭവിക്കുന്നു. അതായത് എല്ലാവരുടെയും നാഥനാണെന്നുള്ള സൂചന അവിടെയുണ്ട്. അതാണ് അനാഥനാഥം.
വാചാ നമാമി, അങ്ങനെയുള്ള അങ്ങയെ ഞാൻ വാക്കുകൊണ്ട് നമിക്കുന്നു. എന്താണ് അങ്ങയുടെ സ്വരൂപം? മനസാം വചസാം അഗമ്യം, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ എത്തിപ്പെടാൻ പറ്റാത്ത സ്വരൂപത്തോടു കൂടിയവനായ അങ്ങയെ ഞാൻ വാക്കുകൊണ്ട് നമിക്കുന്നു. വാക്കിൽ ഒതുങ്ങുന്ന ഒന്നല്ല അങ്ങയുടെ സ്വരൂപം. അങ്ങ് അത്രയും സൂക്ഷ്മമാണ് അങ്ങയുടെ ഭാവം. മനസ്സ് പുറമേക്കാണ് ഒഴുകുന്നത്, അതിന് ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളതിനെ അനുഭവിക്കാൻ പറ്റും. എന്നാൽ ആ മനസ്സിനെ പോലും ഒഴുക്കുന്ന ബോധമാണ് ഭഗവാൻ. അതുകൊണ്ട് മനസ്സിന് ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ല. ആ മനസ്സിൽ നിന്ന് ജനിക്കുന്ന വാക്കിനും അവിടെ എത്താൻ പറ്റില്ല. ഇതറിഞ്ഞുകൊണ്ടും എനിക്കുള്ളത് ഈ മനസ്സും വാക്കും ഒക്കെയാണ്. അപ്പൊ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങയെ നമിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൊണ്ട് അങ്ങയെ നമിക്കുന്നു. ഇത് അങ്ങയെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള വ്യാപ്തിയൊന്നും ഈ വാക്കിനില്ല എന്ന് ഞാൻ അറിയുന്നുണ്ടെങ്കിലും എൻ്റെ നിസ്സഹായത കൊണ്ട് ഞാൻ അങ്ങയെ വാക്കിനാൽ നമിക്കുന്നു എന്നിവിടെ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ശ്രീജാമദഗ്ഞ ഭുവി സർവജഗദ്ധിതാർത്ഥേ ജീവേന മാരുതയുതേന കൃതപ്രതിഷ്ഠം ഗുരുവാദി വായുപുരനാഥമനാഥനാഥം വാചാ നമാമി മനസാം വചസാമഗമ്യം. അടുത്തത് 3-ാമത്തെ ശ്ലോകമാണ്. വിശ്വപ്രകാശ ഗുരുവായു കൃതപ്രതിഷ്ഠ ക്ഷേത്രജ്ഞരൂപ പരമേശ്വര വിശ്വബന്ധോ ആനന്ദരൂപ ജഗതാം സ്ഥിതി സൃഷ്ടിഹേതോ സ്വാത്മാനമേവ ഭഗവന്തമഭീഷ്ടവീമി. വിശ്വപ്രകാശ, വിശ്വത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവൻ. ഈ വിശ്വത്തെ പ്രകാശിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണയായി കിട്ടുന്ന മറുപടി സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നൊക്കെയായിരിക്കും. എന്നാൽ ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ലോകത്തെ കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശം ഉണ്ടാവണം. ഇപ്പൊ ജീവനറ്റ് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ദ്രിയങ്ങൾ ഉണ്ട്. പക്ഷെ ആ ഇന്ദ്രിയങ്ങളിലൂടെ ഈ സൂര്യന്റെയും ഇവരുടെയൊക്കെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്ന ലോകത്തെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ലോകത്തെ കാണുന്നതിന് കാരണം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ഒരു വസ്തുവുണ്ട്, അതാണ് ആ ചൈതന്യം. ആ ചൈതന്യം പോയാൽ നമ്മുടെ ലോകമില്ലാതെയായി, കാഴ്ചയില്ലാതെയായി. അപ്പോൾ ആ ചൈതന്യമായി എല്ലാവരുടെയും ഉള്ളിൽ വർത്തിച്ചുകൊണ്ട് അവർക്ക് എല്ലാത്തിനെയും കാട്ടിക്കൊടുക്കുന്നവനായതുകൊണ്ട് വിശ്വപ്രകാശ. ഗുരുവായു കൃത പ്രതിഷ്ഠ, ഗുരുവും വായുവും കൂടി ചെയ്തിട്ടുള്ള പ്രതിഷ്ഠയോടൊത്തവൻ. ഗുരുവും വായുവുമാണ് അങ്ങയുടെ വിഗ്രഹത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ക്ഷേത്രജ്ഞ രൂപ, ക്ഷേത്രത്തെ അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. ക്ഷേത്രം എന്നാൽ ശരീരം എന്നർത്ഥം. അപ്പൊ ശരീരത്തെ അറിയുന്നത് ആരാ? ആത്മാവാണ്, ശുദ്ധബോധമാണ്. അപ്പൊ ആ ബോധസ്വരൂപനായിരിക്കുന്ന ചൈതന്യ സ്വരൂപനായിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ ക്ഷേത്രജ്ഞ രൂപ. ഇനി ഭഗവാൻ അമ്പലത്തിലാണ് വസിക്കുന്നത്. അപ്പൊ ആ അമ്പലത്തെ ക്ഷേത്രം എന്ന് വിളിച്ചാൽ ആ ക്ഷേത്രത്തിൽ ഉള്ളതിനെ എല്ലാം അറിയുന്നവൻ, അതായത് ആ അമ്പലത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യ സ്വരൂപനായവൻ ക്ഷേത്രജ്ഞ രൂപൻ. പരമേശ്വര, ഈശ്വരൻ എന്നാൽ ഭരിക്കുന്നവൻ. ഈ പ്രപഞ്ചത്തിൽ ഓരോ ശക്തികളെയും നമുക്ക് കാണാൻ സാധിക്കും. അത് ഓരോന്നിനെ ഭരിക്കുന്നതായും നമ്മൾ അറിയും. പ്രകാശത്തെ സൂര്യൻ ഭരിക്കുന്നു, ചൂടിനെ അഗ്നി ഭരിക്കുന്നു, ജലത്തെ ജലദേവൻ അതായത് വരുണൻ ഭരിക്കുന്നു, അതുപോലെ കാറ്റിനെ വായു ഭരിക്കുന്നു. ഇങ്ങനെ ഓരോ ശക്തികൾ ഓരോന്നിനെയും ഭരിക്കുന്നത് നമ്മൾ കാണും. ഇതെല്ലാം അതുകൊണ്ട് ഓരോ അർത്ഥത്തിൽ ചെറിയ ചെറിയ ഈശ്വരന്മാരാണ്. ഈ ഈശ്വരന്മാർക്കെല്ലാം ആശ്രയമായിരിക്കുന്നവൻ, ഈ ഈശ്വരന്മാരെ എല്ലാം ഭരിക്കുന്ന ഒരു ഈശ്വരനുണ്ട്. അവനാണ് പരമേശ്വരൻ, അത് ഭഗവാനാണ്. അതുകൊണ്ട് പരമേശ്വര എന്ന് വിളിച്ചിരിക്കുന്നു. വിശ്വബന്ധോ, വിശ്വത്തെ പ്രകാശിപ്പിക്കുന്നവൻ മാത്രമല്ല, ആ വിശ്വത്തിന് ബന്ധുവായിരിക്കുന്നവനാണ്. അനാഥനാഥം എന്ന് നേരത്തെ പറഞ്ഞു, എല്ലാവർക്കും നാഥനായിരിക്കുന്നവനാണ്. അതേപോലെ വിശ്വത്തിന് ബന്ധുവായിരിക്കുന്നവനാണ്. ബന്ധു എന്ന് പറഞ്ഞാൽ ഹിതകാംക്ഷിയാണ്. നമ്മുടെ മംഗളത്തെ ക്ഷേമത്തെ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ബന്ധു. നമ്മുടെ മംഗളത്തെയും ക്ഷേമത്തെയും സദാ ആഗ്രഹിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. കാരണം ഭഗവാൻ നമ്മളിൽ അദ്ദേഹത്തെ തന്നെയാണ് കാണുന്നത്. അദ്ദേഹത്തിന് ഈ ഭേദബുദ്ധിയില്ല. നമുക്കിവിടെ പലരുമുണ്ട്, ഞാനുണ്ട്, എന്നിൽ നിന്ന് അന്യമായത് പലതുമുണ്ട്. എന്നാൽ ഭഗവാൻ ഇവിടെ എല്ലാം താൻ തന്നെയാണ്. തൻ്റെ പ്രതിബിംബങ്ങളാണ് ലോകം മുഴുവൻ. രാസക്രീഡാ സമയത്ത് ശുഖബ്രഹ്മർഷി ഇത് എടുത്തു പറയുന്നുണ്ട്. ഗോപികമാരോട് കൃഷ്ണൻ ക്രീഡിച്ചു. എങ്ങനെ ക്രീഡിച്ചു? ഒരു കുട്ടി ഒരുപാട് കണ്ണാടികളിൽ കാണുന്ന തൻ്റെ പ്രതിബിംബങ്ങളോട് ക്രീഡിക്കുന്ന പോലെ ക്രീഡിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാന് ഭേദബുദ്ധിയില്ല. ഭഗവാന്റെ ലീലകളെ നമ്മുടെ തലത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചാൽ നമുക്ക് തെറ്റ് സംഭവിക്കും. കാരണം നമ്മുടെ തലമല്ല ഭഗവാന്റെ തലം. ഭഗവാൻ തന്നെ മാത്രമേ കാണുന്നുള്ളൂ. താനല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന ഭാവത്തിൽ ഇരിക്കുന്നവന് എല്ലാം താൻ തന്നെയാണ്. അപ്പൊ എല്ലാവരുടെയും ബന്ധു ഭഗവാൻ തന്നെയാണ്. എല്ലാവരോടും ആത്മഭാവമാണ് ഭഗവാൻ. അപ്പൊ എല്ലാവരോടും ബാന്ധവം ഭഗവാനുണ്ട്. അതുകൊണ്ട് വിശ്വബന്ധുവാണ് ഭഗവാൻ. ആനന്ദരൂപ,
സച്ചിദാനന്ദ വിഗ്രഹനാണ് ഭഗവാൻ. ആ ആനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം. ആനന്ദം എന്ന് പറയുമ്പോൾ പൊതുവെ ഭക്തർ ധരിക്കുന്നത് സുഖത്തിന്റെ ആധിക്യമാണ്. എന്നാൽ ആനന്ദം സുഖത്തിന്റെ ആധിക്യമല്ല. സുഖം ദുഃഖത്തിന്റെ ഓപ്പോസിറ്റാണ്. ദ്വന്ദ്വം മായയിലുള്ളതാണ്. ആനന്ദം മായയ്ക്ക് അതീതമാണ്. അതായത് സുഖവുമല്ല ദുഃഖവുമല്ലാത്ത ഭാവം. നമ്മുടെ സ്വരൂപം എന്താണോ അതാണ് ആനന്ദം. അപ്പൊ ആ ആനന്ദം തന്നെ രൂപമായിരിക്കുന്നവൻ ആനന്ദരൂപൻ. ജഗതാം സ്ഥിതി സൃഷ്ടി ഹേതു. ജഗത്തിന്റെ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതിയും സൃഷ്ടിക്കും കാരണമായിരിക്കുന്നവൻ അങ്ങാണ്. ഹേതുവായിരിക്കുന്നവൻ അങ്ങാണ്. സ്ഥിതി എന്നാൽ പാലനം, സൃഷ്ടി എന്നാൽ ഉണ്ടാക്കൽ. അപ്പോ ലോകത്തെ ഉണ്ടാക്കുന്നതും അങ്ങാണ്, പാലിക്കുന്നതും അങ്ങാണ്. ഇവിടെ ഹേതു എന്ന് പറഞ്ഞതുകൊണ്ട് ഭഗവാൻ നിലനിൽക്കുമ്പോൾ തന്നെ ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നു. ഭഗവാന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറും നിമിത്തമായി ഭഗവാൻ നിൽക്കുകയാണ്, ഹേതുവായി നിന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് ജഗതാം സ്ഥിതി സൃഷ്ടി ഹേതു. സ്വാത്മാനമേവ ഭഗവന്തം അഭീഷ്ടവീമി. അഭീഷ്ടവീമി എന്ന് പറഞ്ഞാൽ ഞാൻ സ്തുതിക്കുന്നു. ആരെയാണ് സ്തുതിക്കുന്നത്? ഭഗവന്തം, ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗയുള്ളവനാണ് ഭഗവാൻ. ഭഗ എന്നാൽ 6 ഗുണങ്ങളുടെ സമുച്ചയമാണ്. അതായത് ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങളും ആരിലുണ്ടോ? ഈ 6 ഗുണങ്ങളും ആരിൽ നിന്ന് ഉദ്ഭവിക്കുന്നുവോ? ലോകത്തിന് ഈ 6 ഗുണങ്ങളും ആര് പ്രദാനം ചെയ്യുന്നുവോ അവൻ ഭഗവാൻ. ആ ഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു. എങ്ങനെയുള്ള ഭഗവാനാണ് അദ്ദേഹം? സ്വാത്മാനമേവ, എൻ്റെ ആത്മാവായി തന്നെ ഇരിക്കുന്ന ഭഗവാനാണ്. അദ്ദേഹം പുറത്തൊരു ഭാവത്തിലാണ് ഞാൻ കാണുന്നതെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു വാസ്തവത്തിൽ അദ്ദേഹം എൻ്റെ ആത്മാവ് തന്നെയാണെന്ന്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ ഞാൻ നമിക്കുന്നു, സ്തുതിക്കുന്നു. ഇതാണ് 3-ാമത്തെ ശ്ലോകം. വിശ്വപ്രകാശ ഗുരുവായുകൃത പ്രതിഷ്ഠ ക്ഷേത്രജ്ഞരൂപ പരമേശ്വര വിശ്വബന്ധോ ആനന്ദരൂപ ജഗതാം സ്ഥിതി സൃഷ്ടി ഹേതോ സ്വാത്മാനമേവ ഭഗവന്തമഭീഷ്ടവീമി. അപ്പോൾ ക്ഷേത്രങ്ങളിലെല്ലാം പോയി ഭഗവാനെ സ്തുതിക്കുന്ന ഭക്തർ ഓർക്കണം, പുറത്ത് കാണുന്ന രൂപത്തിൽ പല ഐശ്വര്യങ്ങളോടും കൂടിയ ഭാവത്തിൽ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന വിധത്തിൽ നമ്മൾ ഉപാസിക്കുകയാണെങ്കിലും ഉപാസിക്കപ്പെടുന്ന ചൈതന്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഈ ബോധത്തോടെ വേണം ക്ഷേത്രദർശനം നടത്താൻ എന്ന സൂചനയും ആ സ്വാത്മാനമേവ ഭഗവന്തം അഭീഷ്ടവീമി എന്ന പ്രയോഗത്തിലുണ്ട്. അടുത്തത് 4-ാമത്തെ ശ്ലോകമാണ്. മായാഗൃഹീത വിധി വിഷ്ണു മഹേശ രൂപ സൂത്രാത്മവായുഗുരുഗേഹക വിശ്വരൂപ വിശ്വോദ്ഭവ പ്രളയ കേലിഷു ലോല ഭൂമൻ ബ്രഹ്മാത്മരൂപ ബഹുരൂപ നമോ നമസ്തേ. മായാഗൃഹീത വിധി വിഷ്ണു മഹേശ രൂപം. മായയാൽ ഭഗവാൻ 3 രൂപങ്ങളെ ഗ്രഹിക്കുന്നു. ഏതൊക്കെയാണ്? വിധി, വിഷ്ണു, മഹേശൻ. വിധി എന്നാൽ ബ്രഹ്മാവ്, വിഷ്ണു മഹാവിഷ്ണു, മഹേശൻ എന്നാൽ ശിവൻ, പരമശിവൻ. അപ്പോൾ ഇങ്ങനെ മഹാദേവനായും മഹാവിഷ്ണുവായും ബ്രഹ്മാവായും ഭഗവാൻ തന്നെയാണ് വർത്തിക്കുന്നത്. എങ്ങനെയാണ് ഈ 3 രൂപങ്ങളെ സ്വീകരിച്ചത്? മായയിലൂടെയാണ്. ഇല്ലാത്തതുണ്ടെന്ന് തോന്നിക്കുന്നതും ഉള്ളതില്ല എന്ന് തോന്നിപ്പിക്കുന്നതുമായ ശക്തിയാണ് മായ. അത് ഭഗവാന്റെ ശക്തിയാണ്. ആ മായയിൽ പ്രവേശിച്ചിട്ടാണ് ഭഗവാൻ ഈ 3 രൂപങ്ങളും സ്വീകരിക്കുന്നത്. ഈ 3 രൂപങ്ങളും സ്വീകരിക്കുന്നത് എന്തിനാണ്? ഈ 3 പ്രവൃത്തികളും ചെയ്യാനാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ മായയെ സ്വീകരിക്കുമ്പോൾ ഭഗവാൻ ഈ 3 ഭാവങ്ങളാകുന്നു. 3 ഭാവങ്ങളായി അതിൽ നിന്നും പലതായി വീണ്ടും പരിണമിക്കുന്നു. അങ്ങനെ ഈ സൃഷ്ടി, ഈ വിശ്വം മുഴുവനായി അദ്ദേഹം പരിണമിക്കുന്നുവെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. സൂത്രാത്മാ. സൂത്രം എന്നാൽ ചരട് എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ കോർത്തിണക്കിയിട്ടുള്ള ചരടായിട്ട് വർത്തിക്കുന്നവൻ, അതിൻ്റെ എല്ലാം ആത്മാവായിരിക്കുന്നു. അതാണ് സൂത്രാത്മാവ്. ഇപ്പോൾ ഭഗവത്ഗീതയിലുണ്ട്, മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. ഒരു ചരടിൽ മണികൾ കോർത്തപ്പെട്ടിട്ടുള്ളതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ആ ഭാവത്തിലുള്ളതാണ് സൂത്രാത്മാവ്. സൂക്ഷ്മമായി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഓരോ വസ്തുവും അതത് സ്ഥാനത്ത് നിൽക്കുന്നത് സൂത്രാത്മാവിന്റെ സാന്നിധ്യത്തിലാണ്. വായു ഗുരു ഗേഹക. ഭഗവാൻ എല്ലായിടത്തും ഉള്ളവനാണ്, ലോകത്തിന് അതീതനാണ്. ആ ഭഗവാൻ ഈ വായുഗുരുഗേഹത്തിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ വരുന്നവനാണ്. ഇവിടെ അങ്ങ് യോഗനിദ്രയിൽ നിന്നുണർന്ന് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഗുരുവായൂരിലേക്ക് വരുന്നവൻ എന്ന അർത്ഥത്തിൽ വായുഗുരുഗേഹകൻ അഥവാ ഗുരുവായൂരിലേക്ക് വന്നവൻ, അതായത് പണ്ട് ദ്വാരകയിൽ നിന്നും ഇങ്ങോട്ട് വന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഗുരുവായൂരിലേക്ക് വന്നവൻ എന്ന അർത്ഥത്തിലും വായുഗുരുഗേഹക. വിശ്വരൂപ, വിശ്വം തന്നെ രൂപമായിരിക്കുന്നവൻ. വിശ്വം എന്നാൽ സർവം.
ഇവിടെ പലതും ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നുണ്ട്. അതെല്ലാം തന്നെ ഭഗവാനാണ്. കാരണം ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഭഗവാനിലാണ് നിലനിൽക്കുന്നത്, ലയിക്കുന്നതും ഭഗവാനിലാണ്. അപ്പൊ ഭഗവാനിൽ നിന്നും ഭിന്നമായി അതിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് വിശ്വം തന്നെ രൂപമായിരിക്കുന്നവൻ വിശ്വരൂപൻ. വിശ്വോദ്ഭവ പ്രളയ കേലിഷു ലോല. ലോലൻ എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവൻ എന്നാണ്. അപ്പൊ ഇവിടെ എന്തിലാണ് ഭഗവാന് താല്പര്യം? കേലിഷു, കേളിയിൽ, കളിയിലാണ് ഭഗവാന് താല്പര്യം. എന്താണ് ഈ കളി? വിശ്വോദ്ഭവ പ്രളയം. വിശ്വത്തിന്റെ ഉദ്ഭവവും പ്രളയവുമാകുന്ന കേളിയിൽ, കളിയിൽ സദാ താല്പര്യത്തോടൊത്തവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് വിശ്വോദ്ഭവ പ്രളയ കേലിഷു ലോല. ഭഗവാൻ ഈ കളിയിൽ താല്പര്യമുള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് അതിൽ സദാ താല്പര്യമുള്ളവനാണ് ഭഗവാൻ. ഇതെല്ലാം കളിയുമാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു. ഭഗവാൻ ഇത് കാര്യമായിട്ടുള്ളതല്ല, കളിയാണ്. കളി എന്ന് പറയുമ്പോൾ ഭഗവാൻ ഇതെല്ലാം ലാഘവത്തോടു കൂടി ചെയ്യാൻ പറ്റും. ഭൂമൻ, ഭൂമൻ എന്ന് പറഞ്ഞാൽ വിരാട്ടായിരിക്കുന്നവൻ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് അതിനും അതീതനായി നിൽക്കുന്നവൻ, അങ്ങനെ വിശാല ഭാവത്തിൽ ഇരിക്കുന്നവൻ, വിരാട് പുരുഷനാണ് ഭൂമൻ. ബ്രഹ്മാത്മരൂപ, ആത്മാവായിരിക്കുന്ന ബ്രഹ്മം തന്നെ രൂപമായിരിക്കുന്നവൻ. ബ്രഹ്മമാണ് പ്രപഞ്ചത്തിന്റെ മുഴുവൻ സാരം. ആ സാരത്തെ ഒരു വ്യക്തി അവനവന്റെ ഉള്ളിൽ അന്വേഷിച്ചാൽ ആത്മഭാവത്തിൽ അറിയുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മാത്മരൂപനായി ഇരിക്കുന്നവൻ. വീണ്ടും വീണ്ടും അകത്താണ് ഭഗവാൻ എന്നിവിടെ കവി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പുറത്തുപാസിക്കുന്നത് നമ്മുടെ പരിമിതി കൊണ്ടാണ്. ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെയുള്ള നമുക്ക് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഉപാസന നടത്താൻ പറ്റൂ. അപ്പൊ പുറത്ത് കാണുകയാണ്. പക്ഷെ കാണുമ്പോഴെല്ലാം ഓർക്കണം, അകത്തുള്ള ചൈതന്യമാണ്. ആ ബോധമുണ്ടായി നമ്മൾ ഉപാസന നടത്തിയാൽ ക്രമേണ ആ ചൈതന്യത്തെ നേരിട്ട് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ബഹുരൂപ, പല രൂപത്തോടൊത്തവൻ. എല്ലാ രൂപങ്ങളും ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ്. ഭഗവാൻ സ്വയം പലതായി ഭവിക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ മായാഗൃഹീത വിധി വിഷ്ണു മഹേശ രൂപം എന്ന് പറഞ്ഞു. ആ മായയെ സ്വീകരിച്ചുകൊണ്ട് ആദ്യം ത്രിമൂർത്തികളായും പിന്നെ അവരുടെ ലീലകളായിട്ടുണ്ടായിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവനായും ഭഗവാൻ വർത്തിക്കുന്നു. അതുകൊണ്ട് ബഹുരൂപനാണ്. ബഹുരൂപൻ എന്ന് പറയുമ്പോൾ ഭഗവാന് യഥാർത്ഥത്തിൽ ഒരു രൂപവും ഇല്ല എന്ന ധ്വനിയുമുണ്ട്. കാരണം എല്ലാ രൂപവുമായിരിക്കുന്നവന്റെ യഥാർത്ഥ രൂപം എന്താ? ഇതൊന്നുമല്ല, ഇതിനതീതമായതാണ്. അതുകൊണ്ട് ബഹുരൂപ നമോ നമസ്തേ, അങ്ങയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നമസ്കരിക്കുക ഒന്ന് മാത്രമാണ്. കാരണം അങ്ങ് ആരാണെന്ന് എത്ര ആലോചിച്ചാലും എനിക്ക് മനസ്സിലാവില്ല. എൻ്റെ ഈ പരിമിതമായ മനസ്സിൽ അങ്ങയെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങ് അത്രയും വൈഭവത്തോടൊത്തവനാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. എൻ്റെ മനസ്സിനെ സമർപ്പിക്കുന്നു എന്നാണ് ആ നമസ്കാരത്തിനർത്ഥം. എൻ്റെ മനസ്സിനെ ഞാനിത് അങ്ങേക്ക് തരുന്നു. അങ്ങയെ സ്മരിക്കുന്നത് തന്നെയാണ് മനസ്സിന്റെ സമർപ്പണം. അതുകൊണ്ട് നമോ നമസ്തേ. ഇതാണ് 4ാമത്തെ ശ്ലോകം. മായാഗൃഹീത വിധി വിഷ്ണു മഹേശ രൂപ സൂത്രാത്മവായു ഗുരുഗേഹക വിശ്വരൂപ വിശ്വോദ്ഭവ പ്രളയ കേലിഷു ലോല ഭൂമൻ ബ്രഹ്മാത്മരൂപ ബഹുരൂപ നമോ നമസ്തേ. അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. മായാ മഹാജവനികാ പിഹിതാത്മദൃഷ്ടി വിശ്വോദ്ഭവ പ്രളയ കേലിഷു ജാഗരൂകം നിത്യപ്രബുദ്ധമപി ബോധയിതും പ്രവൃത്ത സൂര്യം തമോവൃതമവൈതി തമോന്ധദൃഷ്ടി. മായാ മഹാജവനികാ പിഹിതാത്മദൃഷ്ടി. മായയാകുന്ന മഹാജവനിക. ജവനിക എന്ന് പറഞ്ഞാൽ തിരശീലയാണ്. നാടകമൊക്കെ നടക്കുമ്പോൾ സ്റ്റേജ് ആദ്യം തിരശീല കൊണ്ട് മറയ്ക്കും, അതിന്റെ ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ മായയാകുന്ന മഹാതിരശീലയാൽ പിഹിതം, പിഹിതം എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെട്ടത്. അപ്പൊ മായയാകുന്ന മഹാതിരശീല മറയ്ക്കുന്നു എന്തിനെ? ആത്മാവിനെ. ആ ആത്മാവിനെ കാണുന്നവനാണ് അങ്ങ്. അതുകൊണ്ട് ദൃഷ്ടി എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് തിരശീലയാണ്. അതിന്റെ പിന്നിൽ എന്താണ് നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പൊ നമ്മൾ മായയെ ദർശിക്കുന്നവരാണ്, മായയിൽ കുടുങ്ങിയിട്ടവരാണ്. എന്നാൽ ഭഗവാൻ ഈ മായയ്ക്ക് അപ്പുറമുള്ള, ഈ മായയെ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്. അപ്പൊ അതിനപ്പുറമുള്ള ആത്മാവിനെ ഭഗവാൻ സദാ അറിയുന്നു. അപ്പൊ ആ ആത്മാവാണ് ഭഗവാന്റെ സ്വരൂപം. അവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാന്റെ ബോധം അവിടെയാണ്. അത് യോഗനിദ്ര എന്ന് പറയുന്നതും ആ ഭാവമാണ്. അവിടെ നിന്ന് നമ്മൾ ഉണർത്താൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് മായാ മഹാജവനികാ പിഹിതാത്മദൃഷ്ടി വിശ്വോദ്ഭവ പ്രളയ കേലിഷു ജാഗരൂകം. നേരത്തെ വിശ്വത്തിന്റെ ഉദ്ഭവവും ലയത്തിലും താല്പര്യമുള്ളവൻ, അതിൽ ലോലനായിരിക്കുന്നവൻ എന്ന് പറഞ്ഞു. ഇവിടെ അതിൽ ജാഗരൂകനായിരിക്കുന്നവൻ എന്നാണ് പറയുന്നത്. ഭഗവാൻ ലാഘവത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് എന്ന ധ്വനി ഇവിടെയുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ തെറ്റാതെ നിലനിൽക്കുന്നത്, അതായത് ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോൾ, അധർമ്മം വർദ്ധിക്കുമ്പോൾ ആ അധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നത് ഭഗവാനാണ്. അത് ഭഗവാൻ വളരെ ജാഗരൂകനായി ചെയ്യുന്നു. ഭഗവാൻ ഉണർന്നാലാണ് അത് ചെയ്യുന്നത് എന്ന ധ്വനിയും ഇവിടെയുണ്ട്.
അപ്പൊ ഭഗവാനെ ഉണർത്തുന്നത് ഈ വിശ്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണെന്നും സൂചന. മാത്രവുമല്ല ഭഗവാൻ വളരെ ശ്രദ്ധയോടെയാണ് കളിയാണെങ്കിലും ഭഗവാൻ വളരെ കാര്യമായിട്ട് തന്നെ ആ കളിയെ നിലനിർത്തുന്നു. ഭഗവാൻ അങ്ങനെ ജാഗരൂകനായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ ഇവിടെ വസിക്കാൻ സാധിക്കുന്നത്. നിത്യപ്രബുദ്ധമപി ബോധയിതും പ്രവൃത്ത. അദ്ദേഹം സദാ പ്രബുദ്ധനാണ്, തന്നെ അറിയുന്നവനാണ് പ്രബുദ്ധൻ. ഭഗവാൻ ആത്മബോധമുണ്ട്. നേരത്തെ ആത്മദൃഷ്ടി എന്ന് പറഞ്ഞു, ആ ഭാവത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, താൻ മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞിരിക്കുന്നവനാണ്. അപ്പൊ അതിൽ തന്നെ സദാ രമിച്ചാൽ മതി. എന്നാൽ നിത്യപ്രബുദ്ധനാണെങ്കിലും ഭഗവാൻ ബോധയിതും പ്രവൃത്ത, മറ്റുള്ളവർക്ക് ബോധത്തെ നൽകാൻ വേണ്ടി സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. തൻ്റെ ഭക്തർക്കും ആത്മബോധം ഉണ്ടാവണം, അവർ മായയെ തരണം ചെയ്ത് തന്നിൽ തന്നെ രമിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നിത്യതൃപ്തനും നിത്യപ്രബുദ്ധനുമായിരിക്കുന്ന ചൈതന്യമാണെങ്കിലും ലോകത്തെ ബോധിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുക. അതായത് ജഗദ്ഗുരുവാണ് ഭഗവാൻ എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. സൂര്യം തമോവൃതം അവൈതി. അവൈതി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. സൂര്യൻ രക്ഷിക്കുന്നു എന്തിനെ? തമോവൃതത്തെ, തമസ്സിനാൽ ആവൃതമായതിനെ സൂര്യൻ രക്ഷിക്കുന്നു. ഇവിടെ തമസ് എന്ന ശബ്ദത്തിന് ഇരുട്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇരുട്ട് ഗ്രസ്തമായിട്ടുള്ള ഭൂമിയെ സൂര്യൻ രക്ഷിക്കുന്നു. എങ്ങനെ? പ്രകാശം നൽകിക്കൊണ്ട്. പ്രകാശം വരുമ്പോൾ ഇരുട്ടില്ലാതെയാവും. അതുപോലെ തമോന്ധ ദൃഷ്ടി, ഇവിടെ തമസ് എന്ന ശബ്ദത്തിന് അജ്ഞാനം എന്നർത്ഥം. അജ്ഞാനത്താൽ അന്ധമായിരിക്കുന്നവർക്ക് ദൃഷ്ടിയെ ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. സൂര്യൻ പ്രകാശം നൽകുന്നത് പോലെ ഭഗവാൻ ദൃഷ്ടിയെ നൽകുന്നു. അവർ ജ്ഞാനത്തെ, ഇവിടെ ദൃഷ്ടി കൊണ്ട് ജ്ഞാനമാണ്, കാരണം അവരുടെ അന്ധത അവരുടെ അജ്ഞാനമാണ്. അപ്പൊ അത് മാറണമെങ്കിൽ അതിനുള്ള ഔഷധം ജ്ഞാനമാണ്. അപ്പൊ അവർക്ക് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനാണ് സൂര്യൻ, പ്രകാശം നൽകുന്നവനെ പോലെ ഭഗവാൻ എന്നിവിടെ പറയുന്നു. ഇതാണ് 5ാമത്തെ ശ്ലോകം. മായാ മഹാജവനികാ പിഹിതാത്മദൃഷ്ടി വിശ്വോദ്ഭവ പ്രളയ കേലിഷു ജാഗരൂകം നിത്യപ്രബുദ്ധമപി ബോധയിതും പ്രവൃത്ത സൂര്യം തമോവൃതമവൈതി തമോന്ധ ദൃഷ്ടി. അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. നിദ്രാനതേസ്തിജിതമായ സദാ പ്രമേയ മായാ പ്രപഞ്ച നവനാടക സൂത്രധാരിം ലോകാനുസാര വിധായനനുബോധ്യസേത്വം വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. നിദ്രാനതേസ്തി, അങ്ങയ്ക്ക് നിദ്രയില്ല. നമ്മളെ പോലെയുള്ള നിദ്ര ഭഗവാനില്ല. കാരണം ഞാൻ പറഞ്ഞു, നിദ്ര എന്ന് പറയുന്നത് അവനവനെ കൂടി മറന്നിരിക്കുന്ന ഭാവമാണ്. ലോകത്തെ മറക്കുന്നു, അവനവനെയും മറക്കുന്നു, ഒന്നുമില്ലായ്മയെ അനുഭവിക്കുന്നു. അവിടെ ബോധമില്ല എന്ന് പറയാൻ പറ്റില്ല, ബോധമുണ്ട്. പക്ഷെ എന്തിനെ കുറിച്ചുള്ള ബോധമാണ്? ഒന്നുമില്ല, ശൂന്യതയെ കുറിച്ചുള്ള ബോധമാണ്. അപ്പോൾ ഒബ്ജക്റ്റിന്റെ രാഹിത്യത്തെ കുറിച്ചുള്ള അറിവാണ് നിദ്ര. പക്ഷെ ആ നിദ്ര ഭഗവാനില്ല. കാരണം ഭഗവാൻ സദാ അവനവനെ അനുഭവിച്ചിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും ഭഗവാനുള്ളത് യോഗമാണ്. നമുക്കത് നിദ്രയായി തോന്നുന്നത് കൊണ്ട് യോഗനിദ്ര എന്ന് വിളിക്കുന്നു. ജിതമായ, നിദ്രയില്ലാത്തവനാണെന്ന് പറഞ്ഞതിനുള്ള കാരണം കൂടി പറയുന്നു. മായയെ ജയിച്ചവനാണ്. മായയിൽ ഉള്ളവർക്കാണ് നിദ്ര ആവശ്യം. കാരണം മായ നമ്മളെ ഓവർലോഡ് ചെയ്യും. ഒരുപാട് വിഷയങ്ങൾ അനുഭവിച്ച് മനസ്സിനത് താങ്ങാൻ പറ്റാതെയാവും. അപ്പൊ മനസ്സിന് വിശ്രമം കൊടുക്കാനാണ് നിദ്രയിലേക്ക് പോകുന്നത്. അങ്ങനെ നിദ്രയുണ്ടെങ്കിലേ നമ്മുടെ മനസ്സിന് സ്ഥിരതയുണ്ടാവും. അപ്പൊ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് നിദ്ര ഒരു അനുഗ്രഹമായിട്ട് മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. നിദ്ര ഇല്ലാതെ ആയാൽ ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങളെല്ലാം ഇന്ന് വളരെ വ്യക്തമാണ്. പലർക്കും ഉറക്കമില്ലാത്തത് കൊണ്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് ഉറങ്ങേണ്ട അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് നിദ്ര ഭഗവാന്റെ വരദാനമാണ്. എന്നാൽ ഭഗവാൻ ആ നിദ്രയില്ല. കാരണം ഭഗവാന് മായാസ്പർശമില്ല. മായയെ ജയിച്ചവനാണ്. മായ തന്റെ അധീനതയിലാണ്. നമ്മൾ മായയ്ക്ക് അധീനരാണ്. ഭഗവാൻ മായയുടെ അധിപതിയാണ്. അതുകൊണ്ട് ജിതമായനാണ് ഭഗവാൻ. സദാ അപ്രമേയനാണ്. അളക്കാൻ പറ്റാത്തവനാണ് ഭഗവാൻ എപ്പോഴും. മായ എന്ന വാക്കിന് തന്നെ അളക്കുന്നത് എന്നൊരർത്ഥമുണ്ട്. എല്ലാത്തിനെയും അളന്ന് തിട്ടപ്പെടുത്തുന്നത്. നമുക്ക് ഇവിടെ മെഷർമെന്റ് സാധിക്കുന്നത് 2 അടിസ്ഥാനത്തിലാണ്, 2 ഡയമെൻഷൻ കൊണ്ടാണ്. ഒന്ന് സ്പേസിന്റെയും മറ്റേത് ടൈമിന്റെയും. സ്പേസിന് 3 ഡയമെൻഷൻ ഉണ്ട്, പിന്നെ ടൈം. അങ്ങനെ ആ 4 ഡയമെൻഷനൽ ഇതിലാണ് നമ്മൾ അളക്കുന്നത്. ആ അളപ്പിക്കുന്നത് ഈ മായ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിന് മായ എന്ന പേര് വന്നത്. എന്നാൽ ഭഗവാനെ അളക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും അപ്രമേയനാണ്. ഒരിക്കലും ഭഗവാനെ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. കാരണം ദേശമോ കാലമോ ഭഗവാനെ ബന്ധിക്കുന്നില്ല. ആ പരിമിതിയിൽ ഭഗവാൻ നിൽക്കുന്നില്ല. ഇതിനെല്ലാം ആശ്രയം ഭഗവാനാണ്. അപ്പോൾ മായയെ ജയിച്ചവനാണ്, നിദ്രയില്ലാത്തവനാണ്, അളക്കാൻ പറ്റാത്തവനാണ് ഭഗവാൻ. മായാ പ്രപഞ്ച നവനാടക സൂത്രധാരിൻ. മായയാകുന്ന ഈ പ്രപഞ്ച നവനാടകം, ഈ പ്രപഞ്ചം ഒരു നാടകമാണ്. അതാണ് മായ.
പക്ഷെ ഇവിടെ നവനാടകം എന്ന് പറയുമ്പോൾ ഇതെന്നും പുതിയതായി ഇവിടെ നാടകം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും ഇതിന് അവസാനമില്ല. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നിത്യപരിണാമമാണ് മായയുടെ സ്വരൂപം. അപ്പോൾ ഒരു നിമിഷം കണ്ടത് അടുത്ത നിമിഷം ഉണ്ടാവില്ല, അത് വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ സദാ നടന്നുകൊണ്ടിരിക്കുന്ന മായയാകുന്ന ഈ പ്രപഞ്ച നാടകത്തിന്റെ സൂത്രധാരിയാണ് ഭഗവാൻ. സൂത്രം എന്നാൽ ചരട്, ചരട് വലിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആ നാടകത്തെ നിയന്ത്രിക്കുന്നവനാണ്, അതിന്റെ ഡയറക്ടറാണ് ഭഗവാൻ. അപ്പോൾ എപ്പോൾ തിരശീല വീഴണം, എപ്പോൾ ഇതാവണം എന്നെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഭഗവാനാണ്. ആരെവിടെ നിൽക്കണം ഇതെല്ലാം നിയന്ത്രിക്കുന്നവനായതുകൊണ്ട് ഈ മായയാകുന്ന പ്രപഞ്ച നവനാടകത്തിന് സൂത്രധാരിയായിരിക്കുന്നവനാണ്. അപ്പൊ ഇവിടെ നാടകത്തിൽ അഭിനയിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ നമുക്കൊരു ആശ്രയം ഭഗവാനാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ നമുക്ക് നമ്മുടെ വേഷം നന്നായി ചെയ്യാൻ പറ്റും, നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് ആ ഭാവത്തിൽ ഭഗവാനെ വിളിക്കുകയാണ്. ഉണർത്തുകയാണല്ലോ. ഉണർത്തുന്ന സമയത്ത് അങ്ങയുടെ ഭാവം ഇതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് അങ്ങനെയുള്ള വരപ്രസാദം ലഭിക്കാൻ വേണ്ടി. ലോകാനുസാര വിധായൻ അനുബോധ്യസേത്വം. അങ്ങ് ഇവിടെ വർത്തിക്കുന്നത് കണ്ടാൽ സാധാരണ ഒരു ലൗകികനാണെന്ന് ഞങ്ങൾക്ക് തോന്നും. ത്വം ബോധ്യസേ, നിങ്ങളെ ഞങ്ങൾ അറിയുന്നത് ആ രീതിയിലാണ്. എങ്ങനെ? ലോകത്തിലെ സാധാരണ ലൗകികനാണെന്ന് പോലെ. അതെന്തുകൊണ്ടാണ്? കാരണം ലോകത്തെ അനുസരിക്കുന്ന വിധത്തിലാണ് അങ്ങ് ഇവിടെ വർത്തിക്കുന്നത്. അങ്ങയ്ക്ക് വാസ്തവത്തിൽ ലോകത്തെ അനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ലോകം അങ്ങയെയാണ് അനുസരിക്കുന്നത്. അങ്ങ് ഇതിനെല്ലാം അതീതനാണ്. എന്നാൽ ലോകത്തിൽ വരുന്ന സമയത്ത് ഇപ്പൊ കൃഷ്ണനായും രാമനായും ഒക്കെ ലോകത്തിലേക്ക് അദ്ദേഹം വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്തെല്ലാം ഇവിടെയുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്ന പോലെ അങ്ങ് പ്രവർത്തിക്കും. ചിരിച്ചും കളിച്ചും ഒക്കെ അങ്ങ് ഇവിടെ ലീലയാണ്. അപ്പൊ ഇത് കണ്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിക്കും അങ്ങയുടെ സ്വരൂപം ഇതാണെന്ന്. എന്നാൽ ഇതല്ല. ഞങ്ങൾ അങ്ങയെ അറിയുന്നത് ഇങ്ങനെയാണെങ്കിലും അങ്ങ് ഇതൊന്നുമല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇതിനൊക്കെ അതീതമായ പൊരുളാണ്. പക്ഷെ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, ഞങ്ങളുടെ മനസ്സിന് ഗ്രഹിക്കാൻ പാകത്തിന് അങ്ങ് ഇങ്ങനെ വന്ന് ലീലയാടുകയാണ്. അപ്പൊ ഈ ഭാവത്തിൽ അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ പ്രകാശിക്കുകയാണ്. അതുകൊണ്ട് ലോകാനുസാര വിധായൻ അനുബോധ്യസേത്വം, അങ്ങനെ ഞങ്ങൾ അങ്ങയെ മനസ്സിലാക്കുന്നു. വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. വാതാലയേശ്വര, വാതം എന്നാൽ കാറ്റ്, കാറ്റിന്റെ ആലയത്തിന് ഈശ്വരമായിരിക്കുന്നവൻ. കാറ്റിന്റെ ആലയം ശരീരം എന്നർത്ഥം വരും. കാരണം കാറ്റിന്റെ ആലയം ഈ പ്രാണന്റെ ആലയമാണ് ശരീരം. അപ്പൊ ഈ ശരീരത്തിന്റെ ഈശ്വരനായിരിക്കുന്നവൻ. പിന്നെ ഇവിടെ ഗുരുവായൂരപ്പനെയാണ് സ്തുതിക്കുന്നത്. അതുകൊണ്ട് ഗുരുവായൂരിന്റെ ഈശ്വരനായിരിക്കുന്ന വിഭോ, സർവസമർത്ഥൻ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ, അതാണ് വിഭു. അങ്ങനെയുള്ള തവ സുപ്രഭാതം, അങ്ങയ്ക്ക് നല്ല ഒരു പ്രഭാതം ഞാൻ നേരുന്നു. ഇത്രയും നേരം ഭഗവാനെ വിളിച്ച് 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 ഇപ്പോഴാണ് സുപ്രഭാതം നേരുന്നത്. 6ാമത്തെ ശ്ലോകത്തിലാണ്. അപ്പൊ ഭഗവാൻ സുപ്രഭാതം നേരുകയാണ്. ഭഗവാനെ ഭക്തരെ ആശംസിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം വരാം. പക്ഷെ ചെയ്യണം. കാരണം ഭക്തരുടെ സ്നേഹം അഭിവ്യക്തമാക്കുകയാണ് ഈ സുപ്രഭാതം നേരുന്നത് കൂടെ. ഭക്തർ പറഞ്ഞതുകൊണ്ട് ഭഗവാന് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവുമില്ല. ഭഗവാന്റെ സ്വരൂപം തന്നെ സു ആണ്. അതുകൊണ്ട് ഭഗവാൻ ഏത് പ്രഭാതം കണ്ടാലും അത് സുപ്രഭാതമായിരിക്കും. പക്ഷെ ഭക്തർ അവരുടെ സ്നേഹത്തെ അഭിവ്യക്തമാക്കാൻ, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ആ ഉണർത്തന ഭാവത്തിൽ നമ്മൾ സുപ്രഭാതം നേരുകയാണ്. നമ്മൾ നമ്മുടെ പരിചയക്കാരന് ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്ന പോലെ ഭക്തർ വളരെ അടുത്ത ബന്ധുവാണ്. കാരണം വിശ്വബന്ധുവാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ അടുത്ത് ചെന്ന് ഭഗവാനെ, അല്ലയോ പ്രഭു, ഉണരൂ ഉണരൂ, നല്ലൊരു സുപ്രഭാതം അങ്ങേക്ക് ഇതാ നേരുന്നു എന്ന് പറയുകയാണ്. അതാണ് 6ാമത്തെ ശ്ലോകം. നിദ്രാനതേസ്തി ജിതമായ സദാ പ്രമേയ മായാ പ്രപഞ്ച നവനാടക സൂത്രധാരിൻ ലോകാനുസാര വിധായൻ അനുബോധ്യസേത്വം വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. ശ്രീവ്യാസ നാരദ സനന്ദ സനത് കുമാര ദുർവാസ ഗർഗ കപിലാദ്യഖില അഖിലാ മുനീന്ദ്ര പ്രാപ്താ ഹരേ തവ പദാംബുജ ദർശനാർത്ഥം വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. ഭഗവാനെ വിളിച്ചുണർത്തുകയാണ്. വിളിച്ചുണർത്തുന്ന സമയത്ത് പറയുന്നത്, ഭഗവാനെ അങ്ങ് ഉണർന്നേ പറ്റൂ. കാരണം വലിയ വലിയ ആൾക്കാര്, ഈ ലോകത്തെ സംബന്ധിച്ച് വളരെ വലിയ വലിയ ആൾക്കാർ അങ്ങയെ കാണാൻ വന്നിരിക്കുകയാണ്. ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? ശ്രീവ്യാസൻ, നാരദൻ, സനന്ദൻ, സനത് കുമാരൻ, ദുർവാസാവ്, ഗർഗാചാര്യൻ, കപിലൻ തുടങ്ങിയിട്ടുള്ള അഖില മുനീന്ദ്ര, എല്ലാ മുനീന്ദ്രന്മാരും ഭഗവാനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മുനികൾ. അവർ മൗനത്തിലാണെന്ന് പറയും. അവരുടെ മൗനം എന്ന് പറയുന്നത് അവരുടെ മനസ്സിന്റെ മൗനമാണ്. മനസ്സ് ചലിക്കുന്നില്ല. വാക്കുകൊണ്ടല്ല മൗനം. മനസ്സ് ചലിച്ചാലാണ് വാക്കും മറ്റിന്ദ്രിയങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇവിടെ മനസ്സ് തന്നെ ചലിക്കാതെ ഭഗവാനിൽ നിശ്ചലമായിരിക്കുന്നത് കൊണ്ട് അവരെ മുനി എന്ന് വിളിക്കും. അങ്ങനത്തെ മുനികളിൽ ഇന്ദ്രന്മാരാണ് ഇവരൊക്കെ.
അത്തരം മുനികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മുനികളാണ് വ്യാസരും നാരദരും സനന്ദനും സനത്കുമാരനും ദുർവാസാവും ഗർഗനും കപിലനും ഒക്കെ. അങ്ങനെയുള്ളവരൊക്കെ ഇതാ പ്രഭാതമായതുകൊണ്ട് അങ്ങയെ ദർശിക്കാൻ സ്തുതിക്കാൻ ഗുരുവായൂരിലേക്ക് വന്നിരിക്കുന്നു. ഒരു ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തൻ ഈ ഭാവം ഉൾക്കൊണ്ടാൽ അവന്റെ ഭക്തിയുടെ തീവ്രത എത്രയായിരിക്കുമെന്ന് അനുമാനിക്കാൻ പറ്റില്ല. ഇത്രയും വരിഷ്ഠരൊക്കെ വന്ന് നിൽക്കാൻ, ആ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അവൻ അറിയാൻ സാധിച്ചാൽ അവന്റെ ഭക്തി പ്രവാഹം അതിതീവ്രമായിരിക്കും. പെട്ടെന്ന് തന്നെ അവന് സദ്ഗതി ഉണ്ടാവും. അതുകൊണ്ട് ആ ഭാവം ഉണ്ടാക്കാൻ വേണ്ടിയും കൂടി പറയാണ്, ഭഗവാനെ നോക്കൂ, ഇത്രയും വലിയ മുനീന്ദ്രന്മാര് ഇവിടെ വന്നു നിൽക്കുന്നു. പ്രാപ്ത ഹരേ തവ പദാംബുജ ദർശനാർത്ഥം. അവരിവിടെ പ്രാപിച്ചിരിക്കുകയാണ്, വന്നിരിക്കുകയാണ്. അല്ലയോ ഹരി. ഹരി എന്നാൽ എല്ലാവരുടെയും മനസ്സിനെ ഹരിക്കുന്നവൻ, എല്ലാവരുടെയും പാപങ്ങളെ ഹരിക്കുന്നവൻ, അപ്പൊ എല്ലാവരെയും പരിശുദ്ധരാക്കുന്നവൻ. അങ്ങനെയുള്ള ഹരി തവ പാദാംബുജ ദർശനാർത്ഥം, അങ്ങയുടെ താമര പോലത്തെ കോമളമായ പാദങ്ങളെ കാണാൻ വേണ്ടി, ദർശിക്കാൻ വേണ്ടി ഇതാ അവരൊക്കെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് ഉണരൂ എന്ന് പറയാണ്. വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. അങ്ങനെയുള്ള അങ്ങേക്ക്, അല്ലയോ വാതാലയേശ്വര വിഭോ, അങ്ങേക്ക് നല്ല ഒരു പ്രഭാതം ഞാൻ നേരുന്നു. അങ്ങ് ഉണരണം, പെട്ടെന്ന് ഉണരണം. കാരണം ഇത്രയും വലിയ മുനീന്ദ്രന്മാർ വന്നിട്ടുണ്ട്. എന്നെപ്പോലത്തെ സാധാരണ ഭക്തർ മാത്രമല്ല, ശ്രേഷ്ഠരായിട്ടുള്ള മുനികളും വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും അങ്ങ് പെട്ടെന്ന് ഉണർന്നാലും എന്ന സൂചന. ഇതാണ് 7ാമത്തെ ശ്ലോകം. ശ്രീവ്യാസ നാരദ സനന്ദ സനത്കുമാര ദുർവാസ ഗർഗ കപിലാദ്യഖിലാ മുനീന്ദ്ര പ്രാപ്താ ഹരേ തവ പദാംബുജ ദർശനാർത്ഥം വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. പ്രത്യൂഷ പൂജനരതാ കില പൂജകാസ്തേ പുഷ്പോപഹാര തുലസീദധി ദുഗ്ധഹസ്ത സംബോധയന്തി ഭഗവൻ ശ്രുതി സൂക്ത പാഠൈ വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. മുനീന്ദ്രന്മാര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മുനീന്ദ്രന്മാര് മാത്രമല്ല ഉള്ളത്, ഇവിടെ അങ്ങയെ പൂജിക്കാനുള്ള പൂജകര് വന്നിട്ടുണ്ട്. പ്രത്യൂഷ പൂജനരത, എല്ലാ ഉഷസ്സിലും എല്ലാ പ്രഭാതത്തിലും അങ്ങയെ പൂജിക്കണം എന്നതിൽ മാത്രം രതിയുള്ളവരാണ് പ്രത്യൂഷ പൂജനരത. അവർക്ക് അതിലാണ് ആനന്ദം. അവര് സദാ ഭഗവാനെ ഉപാസിക്കണം, പൂജിക്കണം എന്ന ഒരൊറ്റ വിചാരത്തോട് കൂടിയിട്ടുള്ള അങ്ങനത്തെയുള്ള പൂജക തേ, നിന്റെ പൂജകന്മാര്, കില അല്ലയോ, പുഷ്പോപഹാര തുലസീദതി ദുഗ്ധഹസ്ത, അവരിവിടെ വന്നിട്ടുണ്ട്. അവരെങ്ങനെയാ വന്നിക്കണേ? വെറും കൈയോടെയാണ് വന്നിട്ടുള്ള ഈ പൂജകന്മാര്? അല്ല. പുഷ്പം, ഉപഹാരം, തുളസി, ദധി, ദുഗ്ധം ഇതെല്ലാം പിടിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത്. പുഷ്പം പൂക്കൾ, ഉപഹാരം എന്നാൽ കാഴ്ചദ്രവ്യങ്ങൾ, ഒട്ടനവധി കാഴ്ചദ്രവ്യങ്ങൾ, തുളസി തന്നെ, ദധി എന്നാൽ തൈര്, ദുഗ്ധം എന്നാൽ പാല്, ഇതെല്ലാം പിടിച്ചുകൊണ്ടാണ് ഈ പൂജകന്മാർ വന്നിട്ടുള്ളത്. പ്രഭാതത്തിൽ അങ്ങയെ ഉപാസിക്കാൻ വേണ്ടി, പൂജിക്കാൻ വേണ്ടി അതിൽ മാത്രം താല്പര്യമുള്ള ഈ പൂജകന്മാര്, അങ്ങയുടെ പൂജകന്മാര് ഇതാ ഇവിടെ കൈകളിൽ ഇതെല്ലാം ധരിച്ചിട്ട് വന്നിരിക്കുന്നു. വന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സംബോധയന്തി ഭഗവൻ ശ്രുതി സൂക്ത പാഠൈ. ശ്രുതി എന്നാൽ വേദം, വേദത്തിലുള്ള സൂക്തങ്ങളെ ചൊല്ലിക്കൊണ്ട് അവരങ്ങയെ സംബോധന ചെയ്യുകയാണ്. അല്ലയോ ഭഗവൻ എന്നാണ് പറയുന്നത്. ഭഗയുള്ളവൻ ഭഗവൻ. അപ്പൊ അവര് ഇത്രയും സാധനങ്ങൾ കയ്യിൽ ധരിച്ചുകൊണ്ട് അങ്ങയുടെ പൂജ ചെയ്യണമെന്ന ഒറ്റ വിചാരത്തോടു കൂടി അങ്ങയുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് അങ്ങയെ സംബോധന ചെയ്യുകയാണ്. എങ്ങനെയാണ്? അങ്ങയുടെ വേദത്തിൽ പറയപ്പെട്ടിട്ടുള്ള സൂക്തങ്ങളെ ചൊല്ലിക്കൊണ്ട് സംബോധന ചെയ്യുകയാണ്. അതുകൊണ്ട് വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം, എഴുന്നേറ്റാലും അങ്ങയ്ക്ക് നല്ലൊരു പ്രഭാതം ഇതാ കാത്തിരിക്കുന്നു. അല്ലയോ വാതാലയേശ്വര വിഭോ. ഇതാണ് 8ാമത്തെ ശ്ലോകം. പ്രത്യൂഷ പൂജനരതാ കില പൂജകാസ്തേ പുഷ്പോപഹാര തുലസീദധി ദുഗ്ധഹസ്ത സംബോധയന്തി ഭഗവൻ ശ്രുതി സൂക്ത പാഠൈ വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. ഭക്താ ജനാസു കദലീ ഫല ശർക്കരാദി ഹയ്യംഗവീന പൃതുകാൻവിത ലാജപൂപാൻ തുഭ്യം നിവേദയിതുമദ്യ സമാഗതാസ്തേ വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. മുനീന്ദ്രന്മാര് വന്നിട്ടുണ്ട്, അങ്ങയുടെ പൂജകന്മാര് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഭക്തരും വന്നിട്ടുണ്ട്. അവര് വന്നിട്ടുണ്ട്, ഭക്തജനങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് വന്നിട്ടുള്ളത്? സുകദലീ ഫല ശർക്കരാദി ഹയ്യംഗ വീണ പൃതുകാൻവിത ലാജപൂപാൻ. സുകദലീ ഫലം, കദലി പഴം, അത് കൊണ്ടുവന്നിട്ടുണ്ട് അവർ.
ശർക്കര തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, മധുര പലഹാരങ്ങൾ, അങ്ങയുടെ പായസമൊക്കെ വെക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹയ്യങ്ക വീന എന്ന് പറഞ്ഞാൽ പുതുവെണ്ണ. അങ്ങേക്ക് വളരെ ഇഷ്ടമുള്ളതാണല്ലോ വെണ്ണ, അപ്പൊ ആ വെണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്. പൃഥുകാൻവിതം, പൃഥുകത്തോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നിട്ട്. പൃഥുകം എന്ന് പറഞ്ഞാൽ അവല് കൊണ്ടുവന്നിട്ടുണ്ട്. ലാജപൂപ്പാൻ, ലാജം എന്ന് പറഞ്ഞാൽ മലര്, പൂപ്പാൻ എന്ന് പറഞ്ഞാൽ അപ്പം. അപ്പോൾ അവില്, മലര്, അപ്പം, അതുപോലെ നവനീതം അതായത് പുതുവെണ്ണ, കദളീപഴം, ശർക്കര തുടങ്ങിയിട്ടുള്ളത് എല്ലാം പിടിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ വന്നിട്ടുണ്ട്. തുഭ്യം നിവേദയിത്തും അദ്യ സമാഗതാസ്തേ, അവരിവിടെ സമാഗതരായിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? തുഭ്യം നിവേദിത്തും, ഇപ്പോൾ അങ്ങേക്ക് ഇത് നിവേദിക്കാൻ വേണ്ടി, ഇതൊക്കെ നിവേദിക്കാൻ വേണ്ടിയാണ് അവരിതൊക്കെ പിടിച്ചിട്ട് വളരെ ശ്രദ്ധയോടുകൂടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു പ്രഭാതത്തിലേക്ക് അങ്ങ് ഉണർന്നാലും എന്നിവിടെ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. ഇതാണ് 9ാമത്തെ ശ്ലോകം. ഭക്താജനാസു കദലീ ഫലശർക്കരാദി ഹയ്യങ്കവീന പൃഥുകാൻവിതലാജപൂപാൻ തുഭ്യം നിവേദയിതുമദ്യ സമാഗതാസ്തേ വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. ഇവിടെ വരിയുടെ എണ്ണത്തിൽ ഒരു എക്സ്ട്രാ 2 വരിയുണ്ട്. 2-3 പാഠങ്ങളിൽ നോക്കി അതിലെല്ലാം തന്നെ ഈ എക്സ്ട്രാ 2 വരിയുണ്ട്. അപ്പൊ വൃത്തത്തിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും ഇത് മുഴുവൻ ഇങ്ങനെ വായിക്കുമ്പോഴാണ് ഇതിന് അർത്ഥം വരുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് നോക്കാം. വാതാദി രോഗ പരിപീഡിത സർവഗാത്ര ദൂരാത്സമേത്യ സതതം ത്വയി ഭക്തിയുക്ത കൃഷ്ണാച്യുതാഗഹരണാംബുജ നാഭ വിഷ്ണു നാരായണാംബുജ ഭവാദി നിഷേവിതാംഘ്രേ മാം പാഹി വാതപുരനാഥ സമീരയന്തി വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. വാതാദി രോഗ പരിപീഡിത സർവഗാത്ര, ഗാത്രം എന്നാൽ ദേഹം. വാതരോഗത്താൽ, ഇവിടെ വാത ആദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാതം മാത്രമല്ല, വാതം പോലെയുള്ള പലതര രോഗങ്ങളാൽ പരിപീഡിതരായിട്ടുള്ള ദേഹത്തോടൊത്തവർ ദൂരാത്, വളരെ ദൂരയിൽ നിന്നും, ഇവിടെ അടുത്തു നിന്നുള്ളവർ മാത്രമല്ല വളരെ വളരെ ദൂരയിൽ നിന്നും ഇത്തരം രോഗങ്ങളാൽ പീഡിതരായിട്ടുള്ള ആൾക്കാര് സമേത്യ വന്നെത്തിയിട്ടുണ്ട്. സതതം ത്വയി ഭക്തിയുക്ത, എന്നും അങ്ങയിൽ മാത്രം ഭക്തിയുള്ള, ആ ഭക്തിയിൽ ഉറച്ചിരിക്കുന്നവരായിട്ടുള്ള ഇത്തരക്കാർ പല സ്ഥലത്തു നിന്നും, വളരെ വളരെ ദൂരയിൽ നിന്നും ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചിട്ട് ദാ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. കാരണം അവർ രോഗഗ്രസ്തരാണ്, ദുഃഖിതരാണ്. അങ്ങനെ വന്നിട്ടുള്ളവർ കൃഷ്ണാച്യുതാഗഹരണാംബുജ നാഭ വിഷ്ണു, ഇനി ഭഗവാനെ സംബോധന ചെയ്യണം. കൃഷ്ണ, അച്യുത, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കറുത്തവൻ, ആകർഷിക്കുന്നവൻ എന്നെല്ലാം അർത്ഥത്തിൽ കൃഷ്ണൻ. അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്തവൻ. ഭഗവാന് സ്ഥാനഭ്രംശം സംഭവിക്കുന്നില്ല. ഭഗവാൻ എവിടെയാണോ അവിടെ ഉറച്ചു നിൽക്കും. നമുക്കാണ് ച്യുതി സംഭവിക്കുന്നത്, ഭഗവാന് ച്യുതിയില്ല. ഭഗവാൻ നിത്യം അവിടെ തന്നെ ആ പരമാനന്ദ ഭാവത്തിൽ തന്നെ ഇരിക്കുകയാണ്. താഴേക്കുള്ള പതനം ഭഗവാനില്ല. അവതരിക്കുന്നത് പോലും സ്വേച്ഛയാലാണ്, ക്രീഡയായിട്ടാണ്. അതുകൊണ്ട് അച്യുതനാണ്. അഗഹരണ, അഘം എന്നാൽ പാപം, പാപത്തെ ഹരിക്കുന്നവനാണ് അങ്ങ്. അംബുജനാഭ, നാഭിയിൽ താമരയുള്ളവനാണ്. ഭഗവാന്റെ നാഭിയിൽ നിന്നും വിരിഞ്ഞിട്ടുള്ള താമരയിലാണ് സ്രഷ്ടാവായ ബ്രഹ്മാവ് പോലും ഇരിക്കുന്നത്. അംബുജനാഭനാണ്. വിഷ്ണുവാണ് അങ്ങ്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ, വ്യാപനശീലമുള്ളവൻ എന്നെല്ലാം അർത്ഥത്തിൽ വിഷ്ണുവാണ്. നാരായണ, അങ്ങ് നാരായണനാണ്. അംബുജ ഭവാദി നിഷേവിതാംഘ്രേ, ഇവിടെ നാരായണന്റെ അംബുജം എന്നർത്ഥം വരും. നാരായണന്റെ അംബുജം ഭഗവാന്റെ നാഭിയിൽ നിന്നും വിരിഞ്ഞിട്ടുള്ള താമരയിൽ ഇരിക്കുന്നവൻ, അതാരാ? ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവ് ആദി തുടങ്ങിയിട്ടുള്ളവരാൽ നിഷേവിതാംഘ്രേ, സദാ സേവിക്കപ്പെടുന്ന പാദപത്മത്തോടു കൂടിയവനാണ് അങ്ങ്. അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ വിളിക്കാണ്. ഭഗവാൻ കൃഷ്ണനാണ്, അച്യുതനാണ്, പാപനാശകനാണ്, അംബുജനാഭനാണ്, വിഷ്ണുവാണ്, അതുപോലെ ബ്രഹ്മാവ് തുടങ്ങിയ ആൾക്കാരാൽ സദാ പൂജിക്കപ്പെടുന്ന പാദത്തോടൊത്തവനാണ്. അങ്ങനെയെല്ലാം ഭഗവാനോട് പറയാണ്. വളരെ ദൂരയിൽ നിന്നും പലതരം രോഗങ്ങൾ ഗ്രസിച്ചിട്ടുള്ള, വാതം തുടങ്ങിയിട്ടുള്ള പലതരം ഭീകരമായ രോഗങ്ങൾ ഗ്രസിച്ചിട്ട് ദുഃഖിക്കുന്ന ആൾക്കാർ വളരെ ദൂരയിൽ നിന്നും അങ്ങയോട് ഭക്തി ഉള്ളത് കൊണ്ട് മാത്രം ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് അവർ ഇവിടെ നിന്ന് എന്താണ് പറയുന്നത്? മാം പാഹി വാതപുരനാഥ സമീരയന്തി. സമീരയന്തി എന്നാ പറയുന്നു. അവർ പറയുകയാണ്. എന്താണ് പറയുന്നത്? മാം പാഹി വാതപുരനാഥ, അല്ലയോ വാതാലയേശ, എന്നെ രക്ഷിച്ചാലും എന്ന് അവർ ഓരോരുത്തരും ഇവിടെ വന്ന് പറയുകയാണ്. ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടി വന്നവരും പൂജിക്കാൻ വേണ്ടി വന്നവരും
അതുപോലെ ഉപഹാരങ്ങൾ നൽകാൻ വേണ്ടി വന്നവരും ഒക്കെയുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ദുഃഖിതരായിട്ടുള്ള ആർത്തന്മാരും ഇവിടെ വന്നിട്ടുണ്ട്, രോഗഗ്രസ്തരാണ്, അവർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഉണർന്ന് നല്ലൊരു സുപ്രഭാതത്തെ ചമച്ചാലും ഇവർക്കെല്ലാം മംഗളത്തെ ചെയ്താലും എന്നർത്ഥത്തിൽ വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം എന്നിവിടെ 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. വാതാദി രോഗ പരിപീഡിത സർവഗാത്ര ദൂരാത് സമേത്യ സതതം ത്വയി ഭക്തിയുക്ത കൃഷ്ണാച്യുതാഗഹരണാംബുജ നാഭ വിഷ്ണു നാരായണാംബുജ ഭവാദി നിഷേവിതാംഘ്രേ മാം പാഹി വാതപുരനാഥ സമീരയന്തി വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. ദൈവ വാതാലയേശ്വര, അങ്ങയ്ക്ക് നല്ലൊരു പ്രഭാതം ഭവിക്കട്ടെ. ഇതാണ് 10ാമത്തെ ശ്ലോകം. അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. ദൂരാത് സമേത്യ മനുജാസ്തവ ചക്രതീർത്ഥേ സ്നാത്വാ വിശുദ്ധ ഹൃദയാ ഫലപുഷ്പഹസ്താ ത്വത്പുണ്യ നാമഗണ ജാപരതാ ഭജന്തെ വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. ദൂരത്തു നിന്ന് വന്ന ഭക്തരെ കുറിച്ച് പറഞ്ഞു. അവരെന്തിനാ വന്നത്? അവർക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, അതിനാൽ ദുഃഖിതരാണ്. പക്ഷെ അങ്ങയോട് ഭക്തിയുണ്ട്. അപ്പൊ അതിൽ നിന്നും രക്ഷ അങ്ങയിൽ നിന്നും ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി വന്നു. പക്ഷെ അവര് മാത്രമല്ല, ദൂരയിൽ നിന്ന് മറ്റു പലരും വന്നിട്ടുണ്ട്. അവർ വന്നിട്ടുള്ളത് അങ്ങയെ ഉപാസിക്കാൻ വേണ്ടിയാണ്. അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഉപാസിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവരെ കുറിച്ച് പറയുന്നു. ദൂരാത് സമേത്യ, വളരെ ദൂരത്തിൽ നിന്ന് വന്നിട്ടുള്ള മനുജ, മനുജന്മാർ, മനുഷ്യര്, തവ ചക്രതീർത്ഥേ, അങ്ങയുടെ ചക്രതീർത്ഥത്തിൽ, അതായത് രുദ്രതീർത്ഥം, ഭഗവാന്റെ തീർത്ഥകുളം, അതിൽ സ്നാത്വ, കുളിച്ചിട്ട്, വിശുദ്ധ ഹൃദയ, വിശുദ്ധമായ ഹൃദയത്തോടു കൂടി. അവർ ഭക്തിയുള്ളവരാണ്, അതുകൊണ്ട് വിശുദ്ധ ഹൃദയരാണ്. പിന്നെ അങ്ങയുടെ രുദ്രതീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ എല്ലാ അശുദ്ധിയും ഇല്ലാതെയാകും. അങ്ങനെ വിശുദ്ധ ഹൃദയരായി ഭവിച്ചവരും ആവാം. അങ്ങനെയുള്ള വിശുദ്ധ ഹൃദയ ഫലപുഷ്പഹസ്ത, വെറും കൈയോടെ അല്ല വന്നിട്ടുള്ളത്, ഫലങ്ങളുമുണ്ട് പുഷ്പങ്ങളുമുണ്ട്. ഇതെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് രുദ്രതീർത്ഥത്തിൽ കുളിച്ച് പരിശുദ്ധ ഹൃദയത്തോടു കൂടി വന്നിട്ടുള്ള, ദൂരയിൽ നിന്നും വന്നിട്ടുള്ള മനുഷ്യർ ത്വത്പുണ്യ നാമഗണ ജാപരത, അങ്ങയുടെ പുണ്യപ്രദമായിട്ടുള്ള നാമങ്ങളെ നിത്യം ജപിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അതിൽ രതിയുള്ളവരാണ്. അവർക്ക് മറ്റു താല്പര്യങ്ങളൊന്നുമില്ല, ഭഗവാന്റെ നാമം ജപിക്കുക മാത്രമാണ് അവർക്ക് ആനന്ദം നൽകുന്നത്. ഭക്ഷണം പോലും അവർക്ക് വേണ്ട, അവർക്ക് ഭഗവാന്റെ നാമം ജപിച്ചാൽ തന്നെ വയറ് നിറയും, മനസ്സ് നിറയും. അപ്പൊ അങ്ങനെ ത്വത്പുണ്യ നാമഗണ ജാപരത ഭജന്തെ, അങ്ങനെയുള്ളവർ അങ്ങയെ ഭജിക്കുന്നു. കയ്യിൽ ഫലങ്ങളും പുഷ്പങ്ങളും ഒക്കെയായി വന്ന് അങ്ങയുടെ നാമം ജപിച്ച് 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 ആ പുഷ്പങ്ങളും ഇതൊക്കെ അങ്ങയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവരങ്ങയെ ഭജിക്കുന്നു. അതുകൊണ്ട് വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം, അങ്ങയ്ക്ക് നല്ലൊരു പ്രഭാതം ഭവിക്കട്ടെ. കാരണം ഇതാ ഭക്തരൊക്കെ, വലിയ വലിയ ഭക്തരൊക്കെ അങ്ങയെ കാണാൻ, അങ്ങയുടെ നാമം ജപിക്കാൻ വന്നിരിക്കുന്നു. ആ ജപം കേട്ടുകൊണ്ട് അങ്ങ് ഉണർന്നാലും എന്നിവിടെ സൂചിപ്പിക്കുന്നു. ഇതാണ് 11ാമത്തെ ശ്ലോകം. ദൂരാത് സമേത്യ മനുജാസ്തവ ചക്രതീർത്ഥേ സ്നാത്വാ വിശുദ്ധ ഹൃദയാ ഫലപുഷ്പഹസ്ത ത്വത്പുണ്യ നാമഗണ ജാപരതാ ഭജന്തെ വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. അടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. ത്വാം ദേവകീ ച വസുദേവ സുതശ്ച നന്ദ സുപ്ത പ്രബുദ്ധമിഹ ദുഗ്ധകരാ യശോദാ ത്വത്പ്രേമ ഭാരഭരിതാ പ്രതിപാലയന്തി വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. ദേവകീ ച വസുദേവ സുതശ്ച ത്വാം, ദേവകിയുടെയും വസുദേവരുടെയും മകനായിരിക്കുന്ന അങ്ങയെ, നന്ദഹ യശോദ, നന്ദഗോപരും യശോദാദേവിയും. യശോദ എങ്ങനെയാണ്? ദുഗ്ധകര, പാല് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് യശോദ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നന്ദനും യശോദയും സുപ്ത പ്രബുദ്ധമിഹ, ഉറങ്ങിക്കിടക്കുന്ന അങ്ങയെ ഉണർത്താൻ ശ്രമിക്കുകയാണ്. ഗോകുലത്തിൽ നടന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാവാം, അല്ലെങ്കിൽ അങ്ങയെ മകനായി കാണുന്ന നന്ദഗോപരെയും യശോദയും പോലെയുള്ളവരും ഇവിടെ വന്നിട്ടുണ്ട്. ഭഗവാനെ പുത്രഭാവത്തിൽ കാണുന്ന ഭക്തർ ഒരുപാടാണ്. അപ്പൊ അങ്ങനെയുള്ളവർ വന്നിട്ടുണ്ട് ഇവിടെ എന്നർത്ഥവും എടുക്കാം. അതല്ലെങ്കിൽ നന്ദഗോപരും യശോദയും തന്നെ ഇവിടെ വന്നിട്ടുണ്ട്, അവർക്ക് നിത്യസാന്നിധ്യമുണ്ട് എന്നുള്ള അർത്ഥവും എടുക്കാം. ദിവസവും ഭഗവാനെ ഉണർത്താൻ വേണ്ടി അവർ വരുന്നു എന്ന അർത്ഥവും എടുക്കാം. ത്വത്പ്രേമ ഭാരഭരിത പ്രതിപാലയന്തി, അവര് അങ്ങയുടെ പ്രേമത്തിൻ്റെ ഭാരത്താൽ നിറഞ്ഞിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ അങ്ങയുടെ പ്രേമം ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് അവർ അങ്ങയെ പരിപാലിക്കുന്നു. പണ്ട് ഗോകുലത്തിൽ ഭഗവാനെ പരിപാലിച്ചതാണ്. പാലൊക്കെ കൊടുത്തുകൊണ്ട് കാലത്ത് നേരത്തെ വിളിച്ചുണർത്തി പാല് കൊടുത്ത് പോഷണം നൽകി പരിപാലിച്ചവരാണ് അവര്. അപ്പൊ അന്ന് അത് ചെയ്തിരുന്നു, അത് അങ്ങക്ക് ഓർമ്മയില്ലേ എന്ന ഒരു വിളിയാവാം. അതല്ലെങ്കിൽ അവരുടെ ഭാവത്തിലുള്ള ഭക്തർ ഇവിടെ വന്ന് അങ്ങയെ വിളിച്ചുണർത്തുന്നത് അങ്ങ് കേൾക്കുന്നില്ലേ എന്ന ഭാവമാവാം.
അതായത് ഒരു മകനെ വാത്സല്യത്തോടു കൂടി പരിപാലിക്കുന്ന പോലെ ഒരുപാട് അച്ഛനമ്മമാർ ഇവിടെ വന്ന് ഭഗവാനെ തൊഴുന്നുണ്ട്. അവർ ഭഗവാന് മംഗളമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്, ഭഗവാന്റെ ക്ഷേമത്തിലാണ് അവർക്ക് താല്പര്യം, ഭഗവാൻ അവർക്ക് മക്കളാണ്. അങ്ങനെയുള്ളവരുണ്ട് എന്ന സൂചനയും, അതല്ലെങ്കിൽ ആ നന്ദരും യശോദയും തന്നെ ഇതാ ഇവിടെ വന്നിട്ട് അങ്ങയെ സ്തുതിക്കുന്നു. അതുകൊണ്ട് വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം, അങ്ങയ്ക്ക് നല്ലൊരു പ്രഭാതം ഇതാ ഉണ്ടായിരിക്കുന്നു, അങ്ങ് വന്ന് അവരെ എല്ലാം ഒന്ന് അനുഗ്രഹിക്കുക എന്നിവിടെ ധ്വനി. ഇതാണ് 12ാമത്തെ ശ്ലോകം. ത്വാം ദേവകീ ച വസുദേവ സുതശ്ച നന്ദ സുപ്ത പ്രബുദ്ധമിഹ ദുഗ്ധകരാ യശോദ ത്വത്പ്രേമ ഭാരഭരിതാ പ്രതിപാലയന്തി വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. മായാത്ത ദേഹ മധുസൂദന വിശ്വമൂർത്തെ കായാത്തവാർച്ചിത പദാംബുജ പുണ്യകീർത്തെ രാധാധരസ്ത മധുലോലു പരമ്യമൂർത്തെ വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. മായാത്ത ദേഹ, മായയാൽ ദേഹത്തെ ധരിച്ചവൻ, മായാദേഹത്തെ ധരിച്ചവൻ എന്നും അർത്ഥം. ഭഗവാന്റെ രൂപം, നാമം ഒക്കെ മായയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം എങ്ങനെയാണെന്ന് ആരും അറിയില്ല. അനാമിയും അരൂപിയുമാണ് ഭഗവാൻ, അവ്യക്തനാണ് ഭഗവാൻ. പക്ഷെ മായ കൊണ്ട് അദ്ദേഹം ഒരു രൂപത്തെ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് മായാത്ത ദേഹ. മധുസൂദന, മധുവിനെ വധിച്ചവനാണ്. മധു ഒരു അസുരനായിരുന്നു. ഭഗവാന്റെ കർണമലത്തിൽ നിന്ന് വന്ന 2 അസുരന്മാരും മധുവും കൈട്ടഭന്മാരും, അവരെ ഭഗവാൻ വധിച്ചു. അതുകൊണ്ട് മധുവിനെയും കൈട്ടഭനെയും വധിച്ചവൻ എന്ന അർത്ഥത്തിൽ മധുസൂദന. വിശ്വമൂർത്തെ, വിശ്വം തന്നെ മൂർത്തിയായിരിക്കുന്നവനെ. കായാത്ത വാർച്ചിത പദാംബുജ, അങ്ങയുടെ മുമ്പിൽ, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ മനുഷ്യരെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അങ്ങയെ അർച്ചിക്കുകയാണ്. കായം കൊണ്ട്, കായം എന്നാൽ ദേഹം, അപ്പൊ സാഷ്ടാംഗം വീണ് പ്രണമിക്കുകയാണ് അങ്ങയുടെ മുമ്പിൽ പലരും. പുണ്യകീർത്തേ, അങ്ങയുടെ കീർത്തി ശ്രവിക്കുന്നത് തന്നെ പുണ്യപ്രദമാണ്. അങ്ങയുടെ ചരിത്രം സ്മരിക്കുന്നത് തന്നെ പുണ്യപ്രദമാണ്. അങ്ങയുടെ നാമം കേൾക്കുന്നത് തന്നെ പുണ്യപ്രദമാണ്. അങ്ങ് തന്നെ പുണ്യസ്വരൂപനാണ്. അതുകൊണ്ട് പുണ്യകീർത്തേ. ഭഗവാന്റെ യശസ് ഇങ്ങനെ ഭക്തർ പാടുന്നത് ഭഗവാനെ സന്തോഷിപ്പിക്കാനല്ല, വാസ്തവത്തിൽ ഭക്തർക്ക് അവരുടെ പുണ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. സ്വന്തം പുണ്യവും മറ്റുള്ളവരുടെ പുണ്യവും വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെയെല്ലാം ഭഗവാന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പുണ്യകീർത്തിയാണ് ഭഗവാൻ. രാധാധരസ്ഥ മധു ലോലുപ, രാധയുടെ അധരത്തിലുള്ള മധുവിൽ ലോലുപനായിരിക്കുന്നവനാണ് ഭഗവാൻ, അതിൽ താല്പര്യമുള്ളവനാണ്. രാധയുടെ അധരത്തിലുള്ള മധുരം എന്ന് പറയുമ്പോൾ രാധയുടെ ചുംബനമേൽക്കാൻ താല്പര്യമുള്ളവനാണ്. എൻ്റെ പ്രിയ സഖിയാണല്ലോ രാധ, അപ്പൊ അവളുടെ ചുംബനമേൽക്കാൻ താല്പര്യമുള്ളവനാണെന്ന് സാമാന്യ അർത്ഥം. ഇനി രാധയുടെ ചുണ്ടിൽ എന്താണ് വിരിയുന്നത്, അതിലുള്ള മധു എന്താണ്? അത് ഭഗവാന്റെ നാമമാണ്. ഭഗവാന്റെ നാമം സദാ ജപിച്ചുകൊണ്ടിരിക്കുന്നവളാണ് രാധ. കാരണം ഭക്തിയുടെ രൂപമാണ് രാധ. ഗോപികമാരുടെ മുഴുവൻ ഭക്തിക്കൊരു രൂപം കൊടുത്താൽ അതാണ് രാധ. അപ്പൊ അതുകൊണ്ട് ഭക്ത എന്താണ് ചെയ്യുക? ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ നാമം പാനം ചെയ്യാൻ, ചെവിയിലൂടെ കുടിക്കാൻ താല്പര്യമുള്ളവൻ എന്ന അർത്ഥത്തിൽ രാധാധരസ്ത മധുലോലുപ, രമ്യമൂർത്തി, രമ്യമായ മൂർത്തിയാണ് അങ്ങയുടേത്. മനസ്സിനെ നന്നായി ആകർഷിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന മൂർത്തിയാണ് അങ്ങയുടേത്. അങ്ങനെയുള്ള വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം, അങ്ങയ്ക്ക് നല്ലൊരു പ്രഭാതം ഭവിക്കട്ടെ. മായാത്ത ദേഹമധുസൂദന വിശ്വമൂർത്തെ കായാത്തവാർച്ചിത പദാംബുജ പുണ്യകീർത്തെ രാധാധരസ്ത മധുലോലു പരമ്യമൂർത്തെ വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. മീനാകൃതേ ശ്രുതി സമുദ്ധരണായ പൂർവം കൂർമാകൃതേ ഗിരി സമുദ്ധരണായ പശ്ചാത് കോലാകൃതേ ക്ഷിതി സമുദ്ധരണായ ഭൂമൻ ഗോപാലസുന്ദര വിഭോ തവ സുപ്രഭാതം. മീനാകൃതി, മീനത്തിന്റെ ആകൃതിയിൽ, മീൻ എന്നാൽ മത്സ്യം, മത്സ്യത്തിന്റെ ആകൃതിയിൽ പൂർവം പണ്ട്, ശ്രുതി സമുദ്ധരണായ, പണ്ട് അങ്ങ് മത്സ്യത്തിന്റെ ആകൃതിയെ ധരിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? വേദത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. ഹയഗ്രീവൻ എന്ന അസുരൻ വേദത്തിനെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ആ അസുരനെ വധിച്ചുകൊണ്ട് വേദത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് മത്സ്യാവതാരം സ്വീകരിച്ചത്. കൂർമാകൃതേ ഗിരി സമുദ്ധരണായ പശ്ചാത്, പിന്നീട് അങ്ങ് കൂർമാവതാരം, ആമയുടെ രൂപത്തെ ധരിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? ഗിരി സമുദ്ധരണായ, മന്ദരപർവ്വതം താഴാൻ തുടങ്ങിയപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി കൂർമാകൃതി, അതായത് പാലാഴി മഥന സമയത്ത് മന്ദരപർവ്വതം താഴ്ന്നു പോകാൻ തുടങ്ങി. വിഘ്നേശ്വരന്റെ ലീലയാണതെന്ന് ഭാഗവതത്തിൽ ഒരു പ്രയോഗമുണ്ട്. കാരണം ഇവരാരും വിഘ്നേശ്വരനെ ഉപാസിച്ചില്ല. ഏത് മംഗളപ്രവൃത്തി ചെയ്യുമ്പോഴും ആദ്യം ഗണപതിയെ ഒന്ന് സ്തുതിക്കണം, അദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിക്കണം. അതിവർ ചെയ്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് താഴ്ന്നു പോയത്.
അപ്പൊ ചില പുരാണങ്ങളിൽ പിന്നീട് വിഘ്നേശ്വര പ്രീതി നടത്തി എന്ന് പറയുന്നുണ്ട്. ഭാഗവതത്തിൽ ഭഗവാൻ കൂർമാവതാരം, അപ്പൊ ഭഗവാൻ വിഘ്നേശ്വരന്റെ പ്രീതി വാങ്ങിക്കൊണ്ട് കൂർമാവതാര ഭാവത്തിൽ വന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ ഗിരിയെ പൊക്കി നിർത്താൻ വേണ്ടി അദ്ദേഹം കൂർമാവതാരത്തെ പിന്നീട് വരിച്ചു. കോലാകൃതേ ക്ഷിതി സമുദ്ധരനായ ഭൂമൻ. കോല എന്ന് പറഞ്ഞാൽ പന്നി. അപ്പൊ വരാഹമൂർത്തിയുടെ ഭാവത്തിൽ അങ്ങ് ഭൂമിയെ, ക്ഷിതി എന്നാൽ ഭൂമി, ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടി വന്നു. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന സർവസമർത്ഥനായിരിക്കുന്ന ഭൂമൻ ഗോപാല സുന്ദര, വളരെ സുന്ദരനായ ഗോപാല ഭാവത്തെയും അങ്ങ് ധരിച്ചു. ഇപ്പൊ ഇവിടെ ഗുരുവായൂരിൽ ഇരിക്കുന്നത് ആരാ? കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണൻ ആരാ? ഗോപാലനാണ്, സുന്ദരനാണ്. അപ്പൊ അങ്ങനെ സുന്ദര ഗോപാലനായിരിക്കുന്ന ഗുരുവായൂരപ്പ, ഞങ്ങൾക്കറിയാം അങ്ങ് തന്നെയാണ് പണ്ട് മത്സ്യമായി അവതരിച്ചതും പിന്നീട് കൂർമ്മമായി അവതരിച്ചതും പിന്നീട് വരാഹമായി അവതരിച്ചതും. എല്ലാ അവതാരത്തിനും ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം നിറവേറ്റാൻ, അതായത് ധർമ്മം നിലനിർത്താൻ വേണ്ടിയാണ് അങ്ങ് വരുന്നത്. അപ്പോൾ ശ്രുതിയെ വീണ്ടെടുക്കാൻ, ഗിരിയെ സമുദ്ധരിക്കാൻ, ക്ഷിതിയെ സമുദ്ധരിക്കാൻ എല്ലാം അങ്ങ് ഇങ്ങനെ പല ഭാവത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഗോപാല സുന്ദര വിഭോ തവ സുപ്രഭാതം, അങ്ങയ്ക്ക് നല്ലൊരു പ്രഭാതം ഭവിക്കട്ടെ എന്നിവിടെ 14ാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നു. മീനാകൃതേ ശ്രുതി സമുദ്ധരനായ പൂർവം, കൂർമാകൃതേ ഗിരി സമുദ്ധരനായ പശ്ചാത്, കോലാകൃതേ ക്ഷിതി സമുദ്ധരനായ ഭൂമൻ, ഗോപാല സുന്ദര വിഭോ തവ സുപ്രഭാതം. അടുത്തത് 15ാമത്തെ ശ്ലോകമാണ്. ശ്രീനാരസിംഹദിതിജക്ഷയ ഹേതുഭൂത പ്രഹ്ലാദ രക്ഷക വിഭോ വട്ടുവാമനാഖ്യ, ശ്രീരാമ ഭാർഗവ ഹലായുധ കൃഷ്ണ കൽക്കിൻ വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. ഭഗവാന്റെ പൂർണ്ണതയെ സ്തുതിക്കുകയാണ്. നേരത്തെ 3-4 അവതാരങ്ങൾ പറഞ്ഞു, ഇവിടെ ശേഷമുള്ള അവതാരങ്ങൾ പറയണം. അവിടെ മത്സ്യവും കൂർമ്മവും വരാഹവും പറഞ്ഞു, അത് കഴിഞ്ഞുള്ള അവതാരങ്ങൾ ഇവിടെ പറയാണ്. ശ്രീനാരസിംഹ, നരസിംഹമായിട്ട് അവതരിച്ചത് അങ്ങാണ്. എന്തിനാ അവതരിച്ചത്? ദിതിജക്ഷയ ഹേതുഭൂത, ദൈത്യന്മാരുടെ ക്ഷയത്തിന് കാരണമാവാൻ വേണ്ടി, അവരെ വധിക്കാൻ വേണ്ടി, അവരുടെ വിനാശത്തിന് വേണ്ടി അങ്ങ് ശ്രീനാരസിംഹനായിട്ട് അവതരിച്ചു. പ്രഹ്ലാദ രക്ഷക, അങ്ങനെ അവതരിച്ചിട്ട് അങ്ങ് പ്രഹ്ലാദനെ രക്ഷിച്ചു. പ്രഹ്ലാദന് വേണ്ടിയാണ് അങ്ങ് വന്നത്. അങ്ങനെ പ്രഹ്ലാദന് വേണ്ടിയാണ് അങ്ങ് ദൈത്യന്മാരെ മുഴുവൻ ഹനിച്ചത്. വിഭോ, സർവസമർത്ഥ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനെ, വട്ടുവാമനാഖ്യ, അങ്ങനെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന സർവസമർത്ഥനായ അങ്ങ് ഒരു വട്ടുവിന്റെ രൂപത്തിൽ വാമനൻ എന്ന പേരോടുകൂടി വന്നു. ഒരു ബ്രാഹ്മണ വേഷം, ഒരു കുട്ടി ബ്രാഹ്മണനായിട്ട് അങ്ങ് വന്നു. അപ്പൊ നരസിംഹമായിട്ട് വന്നു, വാമനനായിട്ടും അങ്ങ് വന്നു. ശ്രീരാമ, ശ്രീരാമനായിട്ട് അങ്ങ് വന്നു. ഭാർഗവ, പരശുരാമനായിട്ട് അങ്ങ് വന്നു. ഹലായുധ, ബലരാമനായിട്ട് അങ്ങ് വന്നു. കൃഷ്ണനായിട്ട് അങ്ങ് വന്നു. ഇനി കൽക്കിയായിട്ടും അങ്ങ് തന്നെയാണ് വരാൻ പോകുന്നതെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം, അങ്ങയ്ക്ക് നല്ല ഒരു പ്രഭാതം ഭവിക്കട്ടെ. ഭഗവാന്റെ വൈഭവം, അതിൻ്റെ പൂർണ്ണത ഭക്തൻ ഭഗവാനെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങ് സാധാരണക്കാരനല്ല, ഇവിടെ കൃഷ്ണഭാവത്തിലിരിക്കുന്ന അങ്ങ് തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അങ്ങയുടെ സാമർഥ്യം അത്രയുമാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിലേക്ക് ഉണർന്ന് എല്ലാ മംഗളങ്ങളെയും ചെയ്താലും എന്ന ധ്വനി അവിടെയുണ്ട്. ഇതാണ് 15ാമത്തെ ശ്ലോകം. ശ്രീനാരസിംഹദിതിജക്ഷയ ഹേതുഭൂത പ്രഹ്ലാദ രക്ഷക വിഭോ വട്ടുവാമനാഖ്യ, ശ്രീരാമ ഭാർഗവ ഹലായുധ കൃഷ്ണ കൽക്കിൻ വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. അടുത്തത് 16ാമത്തെ ശ്ലോകമാണ്. ശ്രീകൃഷ്ണ വൃഷ്ണിവര യാദവ രാധികേശ ഗോവർദ്ധനോദ്ധരണ കംസ വിനാശ ശൗരേ, ഗോപാല വേണുധര പാണ്ഡുസുതൈക ബന്ധോ ശ്രീമാരുതാലയ വിഭോ തവ സുപ്രഭാതം. ഇവിടെ കൃഷ്ണനെയാണ് സ്തുതിക്കുന്നത്. അങ്ങ് പല ഭാവത്തിലുമുണ്ട്. ആ ഭാവത്തിലുള്ള അങ്ങ് ഇവിടെ കൃഷ്ണനായിട്ടാണ് ഇരിക്കുന്നത്. ഗുരുവായൂരപ്പൻ കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് ഞാനിതാ കൃഷ്ണനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണ, എല്ലാവരെയും ആകർഷിക്കുന്ന കൃഷ്ണനായി അവതരിച്ചവനെ, വൃഷ്ണിവര, വൃഷ്ണികുലത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നവനെ, വൃഷ്ണികളുടെ വരമായി തന്നെ അവതരിച്ചവനെ, യാദവ, യദുകുലത്തിൽ ജനിച്ചവനെ, രാധികേശ, രാധികയുടെ ഈശനായിരിക്കുന്നവനെ, ഗോവർദ്ധനോദ്ധരണ, ഗോവർദ്ധനത്തെ പൊക്കിയവനെ, കംസവിനാശ, കംസനെ വധിച്ചവനെ, ശൗരേ, ശൂരന്റെ പേരക്കുട്ടിയായി വന്നവനെ, ശൗര്യമുള്ളവനെ, ഗോപാല, ഗോക്കലെ പാലിക്കുന്നവനെ, വേണുധര, ഓടക്കുഴലിനെ ധരിക്കുന്നവനെ, അതിനെ വായിക്കുന്നവനെ, പാണ്ഡുസുതൈക ബന്ധോ, പാണ്ഡുപുത്രന്മാർക്ക് ഏകബന്ധുവായി വർത്തിച്ചവനെ. പാണ്ഡുപുത്രന്മാർ പാണ്ഡവർക്ക് ഒരു ഒറ്റ ആശ്രയം ഭഗവാനായിരുന്നു. അവർക്ക് എന്തെങ്കിലുമൊക്കെ അഭിവൃദ്ധി ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ കൃപ കൊണ്ടാണ്. അവരെ എപ്പോഴും രക്ഷിച്ചിട്ടുള്ളത് ഭഗവാനാണ്. അവർക്കത് അറിയാമായിരുന്നു. അതുകൊണ്ട് ഭഗവാനെ തന്നെ ഏകാശ്രയമായി വരിച്ചു. അപ്പോൾ പാണ്ഡുസുതൈക ബന്ധോ ശ്രീമാരുതാലയ വിഭോ
തവ സുപ്രഭാതം. അങ്ങനെ ഈ മാരുതാലയത്തിൽ വസിക്കുന്ന സർവസമർത്ഥനായ ഈശ്വര, അങ്ങയ്ക്ക് നല്ലൊരു പ്രഭാതം ഭവിക്കട്ടെ, അങ്ങ് ദയവ് ചെയ്തുണർന്നാലും. ഇതാണ് 16ാമത്തെ ശ്ലോകം. ശ്രീകൃഷ്ണ വൃഷ്ണിവര യാദവ രാധികേശ ഗോവർദ്ധനോദ്ധരണ കംസ വിനാശ ശൗരേ ഗോപാല വേണുധര പാണ്ഡുസുതൈക ബന്ധോ ശ്രീമാരുതാലയ വിഭോ തവ സുപ്രഭാതം. അടുത്തത് 17ാമത്തെ ശ്ലോകമാണ്. കൃഷ്ണേതി വർണ്ണയുഗമത്ര സുകീർത്തനേന ഭക്താസ്തരന്തി ഭവ സിന്ധുമയത്നതോ ഹി സത്യേവമേനം അതിദീനമുപേക്ഷസേ കിം കൃഷ്ണാഖിലേശ്വര വിഭോ തവ സുപ്രഭാതം. കൃഷ്ണേതി വർണ്ണയുഗമത്ര സങ്കീർത്തനേന. വർണ്ണയുഗം, വർണ്ണം എന്നാൽ അക്ഷരം, യുഗം എന്നാൽ രണ്ട് അക്ഷരങ്ങളാണ് അങ്ങയുടെ നാമത്തിലുള്ളത്. എന്താണ്? കൃഷ്ണ. ഈ 2 അക്ഷരത്തെ സുകീർത്തനേന, വീണ്ടും വീണ്ടും നല്ല രീതിയിൽ കീർത്തിച്ചുകൊണ്ട് ഭക്തന്മാര് തരിക്കുന്നു, തരണം ചെയ്യുന്നു. എന്തിനെ? ഭവസിന്ധും, ഭവം എന്നാൽ സംസാരം, സംസാര സാഗരത്തെ തരണം ചെയ്യുന്നു. അയത്നതഃ, ഒട്ടും യത്നിക്കാതെ നിസ്സാരമായി ലാഘവത്തോടുകൂടി വളരെ എളുപ്പത്തിൽ തരണം ചെയ്യുന്നു സംസാരമാകുന്ന സാഗരത്തെ. ലോകത്തിൽ നമ്മൾ കാണുന്ന കടൽ തന്നെ എത്ര വലുപ്പമാണെന്നറിയാം. സംസാരം മുഴുവൻ ഒരു കടലായി കണ്ടാൽ അതിനെ തരണം ചെയ്യുക എത്ര ബുദ്ധിമുട്ടായിരിക്കും. അത് വളരെ എളുപ്പത്തിൽ അവർ ചെയ്യുന്നു. എങ്ങനെ? അങ്ങയുടെ 2 വർണ്ണങ്ങളെ ജപിച്ചുകൊണ്ട്, കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ട്, ഈ 2 അക്ഷരങ്ങളിലൂടെ ഈ അക്ഷരങ്ങളെ ജപിച്ചുകൊണ്ട് ആ ഭക്തന്മാര് ഭവസിന്ധുവിനെ അയത്നതഃ തരണം ചെയ്യുന്നു. സത്യേവം, ഇപ്രകാരമെങ്കിൽ, ഇതാണ് അവസ്ഥ, ഇത് ഞങ്ങൾക്ക് ഉറപ്പാണ്, ഈ ഭാവത്തിലാണ് അങ്ങ് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏനം അതിദീനം, ഈ അതിദീനനായവനെ ഉപേക്ഷസേക്കും, അങ്ങ് എങ്ങനെയാണ് ഉപേക്ഷിക്കുക? അങ്ങനെ ഉപേക്ഷിക്കുകയോ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിദീനനായി വന്നിട്ടുള്ള ഭക്തരാണ് ഇവിടെ ഉള്ളതെല്ലാം. പല ഭക്തരും വന്നിട്ടുണ്ട്, അവർക്ക് ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അവർ ഭക്തരാണ്, പക്ഷെ പ്രശ്നങ്ങളാൽ അവർ തപിക്കുകയാണ്. ആ ഭാവത്തിൽ അവരിവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങയുടെ 2 അക്ഷരങ്ങളുള്ള നാമം ജപിക്കുന്നവരെ തന്നെ വളരെ എളുപ്പത്തിൽ തരണം ചെയ്യിക്കുന്നവനാണ്. അപ്പൊ അങ്ങനെയുള്ള അങ്ങയെ ഇവിടെ വന്ന് കാണാൻ നിൽക്കുന്ന ഈ അതിദീനരെ ഉപേക്ഷിക്കൂ ഇല്ല, ഉറപ്പായും അവരെ അങ്ങ് സ്വീകരിക്കും, അവർക്ക് രക്ഷ നൽകും. കൃഷ്ണ അഖിലേശ്വര വിഭോ തവ സുപ്രഭാതം. അങ്ങനെയുള്ള കൃഷ്ണ അഖിലേശ്വര വിഭോ, നിനക്ക് നല്ല സുപ്രഭാതം ഭവിക്കട്ടെ, ഉണർന്നാലും. ഇതാണ് 17ാമത്തെ ശ്ലോകം. കൃഷ്ണേതി വർണ്ണയുഗമത്ര സുകീർത്തനേന ഭക്താസ്തരന്തി ഭവ സിന്ധുമയത്നതോ ഹി സത്യേവമേനമതിദീനമുപേക്ഷസേ കിം കൃഷ്ണാഖിലേശ്വര വിഭോ തവ സുപ്രഭാതം. അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. നിത്യം ച ഭാഗവത വാചനബദ്ധ ദീക്ഷാ ഭക്താ കഥാശ്രവണ കൗതുകിനശ്ച ശൗരേ ത്വത്സന്നിധാവനുമതിം കില തീർത്ഥയന്തെ വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. നിത്യം ച ഭാഗവത വാചന ബദ്ധ ദീക്ഷ. ദീക്ഷയെ സ്വീകരിച്ചിട്ടുള്ളവരാണ്. ദീക്ഷയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വ്രതം എടുക്കുക. ഏത് വ്രതത്തെയാണ് അവരെടുത്തിട്ടുള്ളത്? ഭാഗവത വാചനം. ഭാഗവതത്തെ, അങ്ങയുടെ കഥയാകുന്ന ഭാഗവതത്തെ വായിക്കുക, പാരായണം ചെയ്യുക എന്ന ദീക്ഷയാൽ ബദ്ധരാണ് അവർ ആ വ്രതത്തിൽ ബദ്ധരാണ്. ആ വ്രതത്തെ അവർ സ്വയം വരിച്ചതാണ്. അത് വളരെ ചിട്ടയോടുകൂടി പാലിക്കുന്നവരാണ്. നിത്യം അവർ ഭാഗവതം പാരായണം ചെയ്യുന്നു. ഭക്തരാണ്. ഭക്തനായതുകൊണ്ടാണല്ലോ ഭാഗവതം പാരായണം ചെയ്യുന്നത്. കഥാശ്രവണ കൗതുകിനശ്ച ശൗരേ, അല്ലയോ ശൗരി, അവര് കഥാശ്രവണത്തിൽ കൗതുകമുള്ളവരാണ്, താല്പര്യമുള്ളവരാണ്. ഭഗവാന്റെ കഥ വീണ്ടും വീണ്ടും കേൾക്കണം. എത്ര ആവർത്തി കേട്ടാലും അവർക്ക് മതി വരില്ല. അത്രയും താല്പര്യമുള്ളവരാണ്. എന്തുകൊണ്ടാണ്? അവര് ഭക്തരാണ്. അപ്പൊ താല്പര്യമുള്ള ആ ഭക്തര് അതുകൊണ്ട് തന്നെ സദാ അങ്ങയുടെ ഭാഗവതത്തെ കീർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ദീക്ഷയോടൊത്തവരാണ് അവർ. ത്വത്സന്നിധൗ അനുമതിം കില തേ അർത്ഥയന്തേ. അങ്ങനെ ഭാഗവതം അവരിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ സന്നിധിയിലാണ്. ഈ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് അവർ ഭാഗവതം ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? അങ്ങയുടെ അനുമതി, സമ്മതി ലഭിക്കാൻ വേണ്ടി. അത് പ്രാർത്ഥിച്ചുകൊണ്ട്, അത് അർത്ഥയന്തേ, അവരത് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനു വേണ്ടി അവർ ഭാഗവതം പാരായണം. അങ്ങയുടെ സമ്മതി കിട്ടിയാൽ, സമ്മതി കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അനുഗ്രഹം കിട്ടുക എന്ന് തന്നെയാണ് അർത്ഥം. വളരെ നന്നായിട്ടുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞാൽ അത് അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി അത് യാചിച്ചുകൊണ്ട് അവർ വരികയാണ്. അവർക്ക് വേറെ ഒന്നും വേണ്ട.
അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ മതി, ഭഗവാൻ സന്തോഷിച്ചാൽ മതി. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഭാഗവതം പാരായണം ചെയ്യുന്നത്. അങ്ങനെയുള്ള അവരുടെ സന്നിധി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം, അങ്ങനെ അങ്ങ് ഉണർന്നാലും, വാതാലയേശ്വര വിഭോ ഉണർന്നാലും, നല്ലൊരു പ്രഭാതത്തിലേക്ക് ഉണർന്നാലും, നല്ലൊരു പ്രഭാതം ചമച്ചാലും. ഇതാണ് 18ാമത്തെ ശ്ലോകം. നിത്യം ച ഭാഗവത വാചന ബദ്ധ ദീക്ഷ ഭക്ത കഥാശ്രവണ കൗതുകിനശ്ച ശൗരേ ത്വത്സന്നിധാവനുമതിം കില തീർത്ഥയന്തെ വാതാലയേശ്വര വിഭോ തവ സുപ്രഭാതം. അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. ഭക്താൻ വിലോകയ ദൃശാ കരുണാർദ്രയാ ത്വം ആശ്വേവ താനനുഗൃഹാന കൃതാർത്ഥയേഷ ത്വത്പാദയോർവിതര ഭക്തിമചഞ്ചലാം മേ നിത്യം ഗൃണാമി വചസാ തവ മംഗലാനി. ഭക്താൻ വിലോകയ, ഭക്തന്മാരെ നോക്കിയാലും, കരുണാർദ്രയാ ദൃശാ ത്വം, അല്ലയോ ഭഗവാനെ അങ്ങ് കരുണാപൂർണമായ കാരുണ്യത്താൽ ആർദ്രമായിട്ടുള്ള കണ്ണുകൊണ്ട്, നോട്ടം കൊണ്ട് ഭക്തന്മാരെ നോക്കിയാലും, ആശു ഏവ പെട്ടെന്ന് തന്നെ, താൻ അനുഗ്രഹാന കൃതാർത്ഥയേഷ പെട്ടെന്ന് തന്നെ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ കൃതാർത്ഥരാക്കിയാലും, ത്വത്പാദയോർ വിതര ഭക്തിമചഞ്ചലാമേ അങ്ങയുടെ പാദപത്മങ്ങളിൽ അചഞ്ചലമായ ഭക്തിയെ എനിക്കുണ്ടാക്കി തരേണമേ. ആ ഭക്തി ലഭിക്കാൻ വേണ്ടി നിത്യം ഗൃണാമി വചസാ തവ മംഗലാനി. ഗൃണാമി എന്ന് പറഞ്ഞാൽ ചൊല്ലുന്നു, ഞാൻ നിത്യം വാക്കുകൊണ്ട് അങ്ങയുടെ മംഗളങ്ങളെ ചൊല്ലുന്നു. അങ്ങയുടെ നാമങ്ങൾ, അങ്ങയുടെ രൂപങ്ങൾ, അങ്ങയുടെ ചെയ്തികൾ എല്ലാം മംഗളങ്ങളാണ്. കാരണം അങ്ങ് മംഗളസ്വരൂപനാണ്. അപ്പോൾ മറ്റു ഭക്തര് ഭാഗവതമൊക്കെ പാരായണം ചെയ്യുന്നത് പറഞ്ഞ പോലെ തന്നെ ഞാനും പാരായണം ചെയ്യുന്നു. അത് അങ്ങയുടെ പാദപത്മങ്ങളിൽ അചഞ്ചലമായ ഭക്തി എനിക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ്. അത് മാത്രമാണ് എനിക്ക് വരമായിട്ട് വേണ്ടത്. അപ്പോൾ വന്നിട്ടുള്ള എല്ലാ ഭക്തരുടെയും കാര്യം പറഞ്ഞിട്ടാണ് തൻ്റെ കാര്യം പറയുന്നത്. ആ ഭക്തന്റെ മാഹാത്മ്യം ഒന്ന് നോക്കൂ. വന്നിട്ടുള്ള എല്ലാ ഭക്തരെയും നോക്കി അവർക്ക് ഒക്കെ അനുഗ്രഹം നൽകി കൃതാർത്ഥരാക്കി അങ്ങ് അവരെ അനുഗ്രഹിക്കുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാനും ഇതാ അങ്ങയെ സദാ ഭജിക്കുന്നു, അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ അചഞ്ചലമായ ഭക്തി യാചിക്കുന്നു, അതെനിക്ക് തന്നാലും അതിനുവേണ്ടി ഞാനും അവരെ പോലെ തന്നെ അങ്ങയെ സ്തുതിക്കുന്നു എന്നാണ് ഇവിടെ 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭക്താൻ വിലോകയ ദൃശാ കരുണാർദ്രയാ ത്വം ആശ്വേവ താനനുഗൃഹാന കൃതാർത്ഥയേഷ ത്വത്പാദയോർവിതര ഭക്തിമചഞ്ചലാം മേ നിത്യം ഗൃണാമി വചസാ തവ മംഗലാനി. അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. സർവോപനിഷദീഡ്യായ നിർഗുണായ ഗുണാത്മനെ ശങ്കരാഭിന്ന രൂപായ സച്ചിദ് രൂപായ മംഗളം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഭഗവാന് മംഗളം നേരുകയാണ്. സർവോപനിഷദീഡ്യായ, എല്ലാ ഉപനിഷത്തുകളാലും സ്തുതിക്കപ്പെടുന്നവനായിക്കൊണ്ട് മംഗളത്തെ നേരുന്നു. നിർഗുണായ, ഗുണങ്ങളൊന്നുമില്ലാത്തവനായിക്കൊണ്ട് മംഗളത്തെ നേരുന്നു. ഗുണം എന്നാൽ സത്വം, രജസ്, തമസ്, അത് മൂന്നുമില്ലാത്തവനാണ് ഭഗവാൻ, നിർഗുണനാണ്. അങ്ങയ്ക്ക് മംഗളത്തെ നേരുന്നു. ഗുണാത്മനെ, ഗുണങ്ങളെ സ്വീകരിച്ചവനുമാണ്. അങ്ങയ്ക്ക് 3 ഗുണങ്ങളുമില്ല, പക്ഷെ ആ ഗുണങ്ങളെ സ്വീകരിച്ചിട്ടാണ് അങ്ങ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരം നടത്തുന്നത്. അതുകൊണ്ട് ഗുണാത്മനായ അങ്ങയ്ക്ക് മംഗളം നേരുന്നു. ശങ്കരാഭിന്ന രൂപായ, ശങ്കരനിൽ നിന്ന് അഭിന്ന രൂപനായിരിക്കുന്ന അങ്ങയ്ക്ക്, അതായത് അങ്ങ് ശങ്കരൻ തന്നെയാണ്. ഭഗവാനെ ഭേദബുദ്ധിയോടുകൂടി ഒരിക്കലും കാണാൻ പാടില്ല. കൃഷ്ണൻ ഒന്ന്, രാമൻ ഒന്ന്, ശിവൻ ഒന്ന്, ഇങ്ങനെ വേറെ വേറെ ഭാവത്തിൽ കാണാൻ പാടില്ല. ഉള്ളതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഇപ്പോൾ ഭാഗവതം ഒരു വൈഷ്ണവ ഗ്രന്ഥമാണ്. വിഷ്ണുവിനെയാണ് അത് സ്തുതിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ പാലാഴി മഥന കഥ വരുന്ന സമയത്ത് അവിടെ കാളകൂട വിഷം ആവിർഭവിക്കുന്നു. ആ സമയത്ത് പ്രജാപതികൾ ഭഗവാൻ പരമശിവന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ സ്തുതിക്കുന്നുണ്ട്. അവിടെ ആ സ്തുതിയിൽ ശിവനെ പരബ്രഹ്മം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതേ പരബ്രഹ്മം തന്നെയാണ് വിഷ്ണു എന്ന് മറ്റു സ്ഥലങ്ങളിലും സ്തുതിക്കുന്നു. അപ്പോൾ ഇത് രചിച്ചിട്ടുള്ള ഋഷിമാർക്ക്, വ്യാസർക്ക് ഈ കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ ഭക്തർക്ക് സംശയമുണ്ട്. സംശയമുണ്ടാക്കി നമ്മൾ കുഴങ്ങുകയാണ്. ശിവൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ശിവൻ. ഇവർ രണ്ടുപേരും തന്നെയാണ് ദേവി. ഗണപതിയും ഇവർ, സുബ്രഹ്മണ്യനും ഇവർ, ശാസ്താവും ഇവർ, സൂര്യനും ഇവർ. എല്ലാ ഭാവത്തിലും ശോഭിക്കുന്നത് ഇവർ തന്നെയാണ്. ഏകമായ ബ്രഹ്മവസ്തുവാണുള്ളത്. അത് തന്നെയാണ് എല്ലാ നാമങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് ശങ്കരാഭിന്ന രൂപായ, ശങ്കരനിൽ നിന്ന് അഭിന്നമായ രൂപത്തോടൊത്തവന് മംഗളം ഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഗുരുവായൂരിൽ ശിവന്റെ സാന്നിധ്യം എപ്പോഴും ഓർക്കണം. കാരണം ശിവനാണ് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം പറയുക. ഭഗവാൻ ഉണ്ടായിരുന്ന സ്ഥലമാണ്.
പ്രചേതസ്സുകൾക്ക് ഉപദേശം കൊടുത്ത് രുദ്രഗീത കൊടുത്ത സ്ഥലമാണ്. ഈ കുളത്തിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ് രുദ്രതീർത്ഥം എന്ന പേര് വന്നത്. ആ ഭഗവാൻ തന്നെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ശങ്കരനും വിഷ്ണുവും ഒന്ന് തന്നെയാണ്, കൃഷ്ണനും ശിവനും ഒന്ന് തന്നെയാണെന്നുള്ള ബോധം ഗുരുവായൂരിൽ വരുന്ന ഭക്തർക്ക് ഉണ്ടായിരിക്കണം. അതും കൂടി സൂചിപ്പിക്കാനാണ് ശങ്കരാഭിന്ന രൂപായ സച്ചിദ് രൂപായ മംഗളം. സത്തും ചിത്തും രൂപമായിരിക്കുന്നവൻ. സത്തെന്നാൽ ഉണ്മ, ചിത്തെന്നാൽ ബോധം. ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. ആത്യന്തികമായ ഉണ്മയാണ്, എല്ലാത്തിനും അസ്തിത്വം നൽകുന്നവനാണ്. ആ സച്ചിദ് രൂപനായ അങ്ങയ്ക്ക് മംഗളം നേരുന്നു, ഭവിക്കട്ടെ മംഗളം. ഇതാണ് 20ാമത്തെ ശ്ലോകം. സർവോപനിഷദീഡ്യായ നിർഗുണായ ഗുണാത്മനെ ശങ്കരാഭിന്ന രൂപായ സച്ചിദ് രൂപായ മംഗളം. അടുത്തത് 21ാമത്തെ ശ്ലോകമാണ്. സത്യഭാമാസമേതായ സത്യാനന്ദ സ്വരൂപിനെ രുക്മിണി പ്രാണനാഥായ ലോകപൂജ്യായ മംഗളം. സത്യഭാമാസമേതായ, സത്യഭാമയോടൊത്തവനായിക്കൊണ്ട് മംഗളത്തെ നേരുന്നു. സത്യഭാമ ഭഗവാന്റെ ധർമ്മപത്നിയാണ്. പാരിജാത വൃക്ഷം കട്ടുകൊണ്ടുവരുന്നതൊക്കെ സത്യഭാമയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ സത്യഭാമാസമേതായ സത്യാനന്ദ സ്വരൂപിനെ, സത്യവും ആനന്ദവും സ്വരൂപമായിരിക്കുന്നവൻ. സത്യം എന്നാൽ എന്നുമുള്ള വസ്തു. ഉണ്മ എന്നാണ് ആ വാക്കിനർത്ഥം. അതിന് തുടക്കമോ ഒടുക്കമോ ഇല്ല. അങ്ങനത്തെ ആനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം. അതുകൊണ്ട് സത്യാനന്ദ സ്വരൂപിനെ അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. രുക്മിണി പ്രാണനാഥായ, രുക്മിണിക്ക് ഏറ്റവും പ്രിയം ഭഗവാനാണ്. രുക്മിണിയുടെ പ്രാണന്റെ നാഥനാണ്. രുക്മിണിയുടെ പ്രാണൻ ചലിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പൊ അത്രയും രുക്മിണിക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട് രുക്മിണി പ്രാണനാഥായ ലോകപൂജ്യായ, ലോകത്താൽ പൂജിക്കപ്പെടുന്നവനാണ്. എല്ലാവരും പൂജിക്കുന്നത് അങ്ങയാണ്. മമവർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ എന്ന് പറയും. ഏത് വഴിയിലൂടെ പോയാലും അത് എൻ്റെ വഴിയാണ്, അവസാനം എന്നിൽ തന്നെ വന്നെത്തും. അപ്പൊ ഏത് ഉപാസന നടത്തിയാലും ആത്യന്തികമായി അത് പരബ്രഹ്മസ്വരൂപനായ ഭഗവാനിൽ തന്നെ, ഈ ഗുരുവായൂരപ്പനിൽ തന്നെ വന്നെത്തും. അങ്ങനെയുള്ള അങ്ങയ്ക്ക് മംഗളം. സത്യഭാമ ഭൂമിയുടെ തത്വമാണ്, രുക്മിണി ലക്ഷ്മിയുടെ തത്വമാണ്. അപ്പോൾ ഭൂമിയായും ലക്ഷ്മിയായും അവരുടെ എല്ലാം നാഥനായിരിക്കുന്നത് അങ്ങാണെന്നുള്ള സൂചന ഇവിടെയുണ്ട്. അപ്പോൾ ദേഹമായിട്ട് നമുക്ക് ഭൂമി തത്വത്തെ എടുക്കാം, മനസ്സിന്റെ ഐശ്വര്യമായിട്ട് നമുക്ക് രുക്മിണി തത്വത്തെ എടുക്കാം. അപ്പൊ അങ്ങനെ ദേഹത്തിനും മനസ്സിനും പുഷ്ടിയെ നൽകുന്നവനാണെന്ന്, അങ്ങനെയുള്ള ഭാവത്തിലാണെന്ന് ഗുരുവായൂരിൽ ഇരിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. രോഗങ്ങളൊക്കെ, ഒരുപാട് രോഗങ്ങൾ മാറ്റിയിട്ടുള്ളവനാണ് ഭഗവാൻ. വില്യം ലോഗന്റെ മറ്റ് മലബാർ മാനുവലാണ് തോന്നുന്നത്, ഏതൊരു കൃതിയിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ ചെറിയൊരു പരാമർശം വരുമ്പോൾ വാതരോഗമൊക്കെ മാറാൻ പോയിരുന്നതാണെന്ന് അന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഭാവം ഭഗവാൻ എന്നുമുണ്ട്. രോഗം മാറ്റിക്കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് ശരീരത്തിനും മനസ്സിനും ഒക്കെ പുഷ്ടി നൽകുന്നവൻ എന്ന ഭാവത്തിൽ അങ്ങനെയുള്ള അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. സത്യഭാമാസമേതായ സത്യാനന്ദ സ്വരൂപിനെ രുക്മിണി പ്രാണനാഥായ ലോകപൂജ്യായ മംഗളം. ഇതായിരുന്നു 21ാമത്തെ ശ്ലോകം. അടുത്തത് 22ാമത്തെ ശ്ലോകമാണ്. രാധാധര മധുപ്രീത മാനസായ മഹാത്മനെ ഗോപഗോപീ സമേതായ ഗോപാലായാസ്തു മംഗളം. രാധയുടെ അധരത്തിന്റെ മധുവിൽ പ്രീതമായ മനസ്സിനോടൊത്തവനായ അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. നേരത്തെ പറഞ്ഞ അതേ അർത്ഥമാണ്. ഒന്നെങ്കിൽ രാധയുടെ ചുംബനം ലഭിക്കാൻ അതിൽ ആനന്ദം കണ്ടെത്തുന്നവൻ, അല്ലെങ്കിൽ രാധ സദാ ജപിക്കുന്നത് ഭഗവാന്റെ നാമമാണ്, ആ നാമശ്രവണത്തിൽ ആനന്ദിക്കുന്നവൻ എന്നർത്ഥത്തിൽ രാധാധര മധുപ്രീത മാനസായ അങ്ങയ്ക്ക് മംഗളം. മഹാത്മനി, മഹാത്മാവാണെന്ന്, ലോകത്തിൽ സാധാരണക്കാരിൽ നിന്നും ഉയർന്ന തലത്തിലുള്ള ഭാവം പ്രദർശിപ്പിക്കുന്നവരാണ് മഹാത്മാവെന്ന് വിളിക്കുക. അവരെക്കാളും അതീതനായി നിൽക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ മഹാത്മാവ് തന്നെയാണ്. ഏറ്റവും വലിയ ആത്മാവുള്ളവൻ എന്നർത്ഥവും വരും. നമ്മുടെ എല്ലാം ഉള്ളിൽ ജീവഭാവത്തിൽ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഏകമായ ഭാവത്തിൽ നമ്മൾ കണ്ടാൽ, പ്രപഞ്ചത്തിന് മുഴുവൻ ആത്മാവായി കണ്ടാൽ അതാണ് മഹാത്മാവ്. അത് ഭഗവാനാണ്. ഗോപഗോപി സമേതായ, ഗോപന്മാരും ഗോപികമാരും ഭഗവാന്റെ കൂടെ ഉണ്ടാവും. ആ ഭാവത്തിൽ ഇരിക്കുന്ന അങ്ങയ്ക്ക് മംഗളം. ഗോപാലായാസ്തു മംഗളം, ഗോപാലനായിരിക്കുന്ന അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. ഭഗവാന്റെ കൃഷ്ണഭാവത്തെയാണ് ഇവിടെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് മംഗളം നേരുന്നത്. ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. രാധാധര മധുപ്രീത മാനസായ മഹാത്മനെ ഗോപഗോപി സമേതായ ഗോപാലായാസ്തു മംഗളം. ഇതാണ് 22ാമത്തെ ശ്ലോകം. അടുത്തത് 23ാമത്തെ ശ്ലോകമാണ്. മംഗളം വേദവേദ്യായ വാസുദേവായ മംഗളം, മംഗളം പത്മനാഭായ പുണ്യശ്ലോകായ മംഗളം. വേദവേദ്യായ മംഗളം, വേദത്താൽ അറിയപ്പെടുന്നവൻ, വേദത്താൽ അറിയപ്പെടേണ്ടവൻ, അവന് മംഗളം ഭവിക്കട്ടെ. വേദത്തിന്റെ സാരം ഭഗവാൻ തന്നെയാണ്. വേദം പല
സൂക്തങ്ങളിലൂടെ സ്തുതിക്കുന്നത് വാസ്തവത്തിൽ ഭഗവാനെ തന്നെയാണ്. അതുകൊണ്ടാണ് വേദവേദ്യൻ. അങ്ങനെയുള്ള ഭഗവാന് മംഗളം ഭവിക്കട്ടെ. വാസുദേവായ മംഗളം. വസുദേവന്റെ മകനായിട്ട് വന്നതുകൊണ്ട് വാസുദേവൻ, എല്ലാവരിലും ഭഗവാനിൽ വസിക്കുന്നത് കൊണ്ട് വാസുദേവൻ, എല്ലാവരിലും ഭഗവാൻ വസിക്കുന്നത് കൊണ്ടും വാസുദേവൻ. അങ്ങനെയുള്ള വാസുദേവന് മംഗളം ഭവിക്കട്ടെ. മംഗളം പത്മനാഭായ. നാഭിയിൽ പത്മമുള്ളവൻ, ബ്രഹ്മാവിന് ആശ്രയം കൊടുക്കുന്നവൻ എന്ന ഭാവത്തിൽ സ്രഷ്ടാവായ ബ്രഹ്മാവിരിക്കുന്ന പത്മം ഭഗവാന്റെ നാഭിയിൽ വിരിഞ്ഞതുകൊണ്ട് പത്മനാഭായ മംഗളം. പുണ്യശ്ലോകായ മംഗളം. പുണ്യചരിത്രവാൻ എന്നാണ് പുണ്യശ്ലോകത്തിനർത്ഥം. ഭഗവാന്റെ ചരിത്രം, ഭഗവാന്റെ ലീലകൾ സ്മരിക്കുന്നത് തന്നെ നമുക്ക് എല്ലാ പുണ്യത്തെയും നൽകും. പുണ്യം സമ്പാദിക്കാൻ പിന്നെ വേറെ പ്രയത്നമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ആ കഥ കേട്ടാൽ മതി. തവ കഥാമൃതം തപ്തജീവനം എന്ന് ഗോപികമാർ പറയുന്നത് കൊണ്ടാണ്. ആ കഥയ്ക്ക് അത് കൊടുക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദാനം കൊടുക്കുന്നവരെന്ന് ഗോപിക ഗീതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാവത്തിൽ ഭഗവാന്റെ ചരിതത്തിന് മാഹാത്മ്യമുണ്ടെന്ന് മനസ്സിലാക്കി കഥയെ ശ്രവിക്കണം. അപ്പോൾ നമുക്ക് ഉള്ളിൽ പുണ്യം വർദ്ധിക്കും, ശ്രേഷ്ഠമായ ഗതി ഉണ്ടാവും. ഇതാണ് 23-ാമത്തെ ശ്ലോകം. മംഗളം വേദവേദ്യായ വാസുദേവായ മംഗളം. മംഗളം പത്മനാഭായ പുണ്യശ്ലോകായ മംഗളം. അടുത്തത് അവസാനത്തെ ശ്ലോകമാണ്, 24-ാമത്തെ ശ്ലോകമാണ്. മംഗളം പരമാനന്ദ ബ്രഹ്മരൂപായ മംഗളം. ഗുരുവായൂപുരേശായ ശ്രീകൃഷ്ണായാസ്തു മംഗളം. പരമാനന്ദ ബ്രഹ്മരൂപായ, പരമാനന്ദ സ്വരൂപത്തിലുള്ള ബ്രഹ്മമായിരിക്കുന്നവന് മംഗളം ഭവിക്കട്ടെ. ബ്രഹ്മത്തിന്റെ സ്വരൂപം തന്നെയാണ് ആനന്ദം. ആനന്ദം എന്ന് നമ്മൾ അനുഭവിക്കുന്നതിന്റെ പാരമ്യം ബ്രഹ്മമാകുന്നു. അതുകൊണ്ട് പരമാനന്ദ ബ്രഹ്മരൂപായ മംഗളം, മംഗളം ഭവിക്കട്ടെ. ഗുരുവായൂപുരേശായ, ഗുരുവും വായുവും കൂടി നിർമ്മിച്ചിട്ടുള്ള പുരത്തിന്റെ, അവരുടെ പേരിൽ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള പുരത്തിന്റെ ഈശനായിരിക്കുന്നവന് നമസ്കാരം. അതല്ലെങ്കിൽ പ്രാണനാഥനായിരിക്കുന്നവൻ, ദേഹത്തിലുള്ള വായുവിന്റെ നാഥനായിരിക്കുന്നവന് നമസ്കാരം. ശ്രീകൃഷ്ണായാസ്തു മംഗളം. ശ്രീകൃഷ്ണനായിക്കൊണ്ട് മംഗളം ഭവിക്കട്ടെ. ശ്രീയെ ആകർഷിക്കുന്നവൻ, ഐശ്വര്യത്തെ ആകർഷിക്കുന്നവൻ ശ്രീകൃഷ്ണൻ. ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവനും ശ്രീകൃഷ്ണൻ. ശ്രീയെ ആനന്ദിപ്പിക്കുന്നവൻ ശ്രീകൃഷ്ണൻ. ഇങ്ങനെയെല്ലാം ശ്രീകൃഷ്ണനായിക്കൊണ്ട് മംഗളം ഭവിക്കട്ടെ. ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഇത് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന ഒരു സുപ്രഭാത കൃതിയാണിത്. ഇതാണ് 24-ാമത്തെ ശ്ലോകം. മംഗളം പരമാനന്ദ ബ്രഹ്മരൂപായ മംഗളം. ഗുരുവായൂപുരേശായ ശ്രീകൃഷ്ണായാസ്തു മംഗളം. ഇത് ശ്രീ ഗുരുവായൂപുരേശ സുപ്രഭാതം സമ്പൂർണം. അങ്ങനെ ശ്രീ ഗുരുവായൂരപ്പന്റെ സുപ്രഭാതം സമ്പൂർണമായി. ഓം തത്സത്. ഈ സുപ്രഭാതം വളരെ ശ്രേഷ്ഠമായ സുപ്രഭാതമാണ്. ഇപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഭഗവാനെ പ്രഭാതത്തിൽ ചെന്ന് ഈ രീതിയിൽ സ്തുതിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഭക്തര് ഭഗവാനെ ഈ സുപ്രഭാതം ചൊല്ലി സ്തുതിക്കുകയാണെങ്കിൽ അത് ആ ക്ഷേത്രത്തിന് തന്നെ മംഗളപ്രദമായി ഭവിക്കും. ശരിക്കും ഭക്തരിങ്ങനെ സുപ്രഭാതം ജപിക്കണം. ഭഗവാന് ഐശ്വര്യം വർദ്ധിക്കാൻ വേണ്ടി, ഭഗവാന്റെ സാന്നിധ്യം അവിടെ നിറയാൻ വേണ്ടി ഇത്തരം സ്തോത്രങ്ങൾ ജപിക്കുന്നത് ക്ഷേത്രത്തിന് വളരെ ക്ഷേമകരമാണ്. ഭഗവാൻ സർവശക്തനാണ്, പക്ഷെ ഭഗവാൻ തന്നിൽ തന്നെ രമിക്കുന്നവനാണ്. അപ്പൊ ഭഗവാന്റെ സാന്നിധ്യം ആ ക്ഷേത്രത്തിൽ ഉണ്ടാവണമെങ്കിൽ ഭക്തര് ഭഗവാനെ വിളിച്ചുണർത്തണം. ഭഗവാന്റെ ഈ ഗുണങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ ഈ സ്തോത്രം ജപിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ആ സർവശക്തമയഭാവം നമുക്കറിയാൻ പറ്റും. എല്ലാ ശക്തിയോടും ഒത്തവനാണ് ഭഗവാൻ. ഭഗവാൻ തന്നെയാണ് എല്ലാ അവതാരങ്ങളായി വന്ന് എല്ലാ ലീലകളും ആടിയത്. കൃഷ്ണൻ തന്നെ പ്രത്യക്ഷത്തിൽ ഇരിക്കുകയാണ്. ഭഗവാനെ കാണാൻ ഇത്ര മഹാത്മാക്കൾ വന്നിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഭാവശുദ്ധി നമുക്കുണ്ടാവും. അത് നമുക്കുണ്ടാവുന്ന ഗുണമാണ്. മാത്രവുമല്ല ഭഗവാന്റെ ദർശനം നമുക്ക് ലഭിക്കും. കാരണം ഭഗവാൻ ഉണരും. ഭക്തരുടെ സാന്നിധ്യം അറിയുമ്പോൾ ഭഗവാൻ അവിടേക്ക് ഉണരും. ഭഗവാൻ ഉണർന്നാൽ ഭഗവാന്റെ ദൃഷ്ടി അവിടെ വരുന്നവർക്കൊക്കെ ലഭിക്കും. അവരുടെ മേലിൽ അത് പതിക്കും. അതുകൊണ്ട് അവർക്ക് എല്ലാ ക്ഷേമവും ഉണ്ടാവും, അവർക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവും. കാരണം മംഗളസ്വരൂപൻ തന്നെയാണ് അദ്ദേഹം. ആരെ നോക്കുന്നുവോ അവർക്ക് മംഗളം ഉണ്ടാവും. അത് ഭഗവാന്റെ ഒരു ഭാവമാണ്. അപ്പൊ അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ ഈ സുപ്രഭാതം ഗുരുവായൂരപ്പനെ കേൾപ്പിക്കണം ഭക്തൻ. അങ്ങനെ അമ്പലത്തിൽ നിന്നുകൊണ്ട് ഈ സുപ്രഭാതം ചൊല്ലി ഭഗവാൻ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അത് ആ ക്ഷേത്രത്തിന് തന്നെ അഭിവൃദ്ധി ഉണ്ടാക്കും. ഗുരുവായൂരപ്പന് മാത്രമല്ല, എല്ലാ ക്ഷേത്രമൂർത്തികൾക്കും സുപ്രഭാതങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത് നല്ലതാണ്. അവരെ ഉണർത്തുന്നത്, ആ രീതിയിൽ നടത്തുന്നത് ആ ക്ഷേത്രത്തിന് നാൾക്കുനാൾ ഐശ്വര്യം ഉണ്ടാവാൻ കാരണമാകും. അവിടെ വരുന്ന ഭക്തർക്കും അതുകൊണ്ട് ഒരുപാട് ലാഭമുണ്ടാവും. അവർക്ക് നല്ല അനുഗ്രഹം ലഭിക്കും. അപ്പോൾ ക്ഷേത്രം നിലനിർത്തുക എന്ന് പറയുന്നത് ഭക്തരുടെ എല്ലാം കടമയാണ്. അവിടെ പോയി തൊഴുന്ന ഭക്തരെ തന്നെയാണ് വാസ്തവത്തിൽ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്.
അപ്പോൾ ക്ഷേത്രത്തിന് ഐശ്വര്യം ഉണ്ടാവണം, അവിടുത്തെ ദേവതയ്ക്ക് ഉണർവുണ്ടാവണം, ആ ദേവത എല്ലാവരെയും ദർശിക്കണം, എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കണം എന്ന പ്രാർത്ഥനയും നമ്മുടെ നിത്യപ്രാർത്ഥനയുടെ ഭാഗമാക്കി മാറ്റി. ക്ഷേത്രത്തിൽ നിത്യം പ്രഭാത ദർശനമൊക്കെ നടത്തുന്നവർ ഇത്തരം സുപ്രഭാതങ്ങൾ ചൊല്ലി ആ ഭഗവാനെ സ്തുതിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുമെന്ന് ഇത് പറഞ്ഞപ്പോൾ തോന്നി, അതുകൊണ്ട് ഇവിടെ പറഞ്ഞുവെന്ന് മാത്രം. അപ്പോൾ ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ഗുരുവായൂരമ്പലത്തിൽ ചെന്ന ത്രിമൂർത്തി, ആ ദിവ്യമൂർത്തിയെ ദർശിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. അത് നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള ബോധം നമുക്ക് ക്രമേണ തെളിയട്ടെ. അകത്ത് അതിനെ അനുഭവിച്ചുകൊണ്ട് പരമാനന്ദപൂർണമായ ജീവിതം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ആന്തരികമായ ദർശനമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന ബോധം നമ്മിൽ ഉറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായുള്ള ഭാഗ്യം നമുക്ക് ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗുരുവായൂപുരേശ സുപ്രഭാത സ്തോത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ അർച്ചനയായി സമർപ്പിക്കുന്നു. ഭഗവാനെ ഗുരുവായൂരപ്പ, നാരായണ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയാലും. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.